ഫറൂഖ് കോളേജ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിന്റെ വിവാദ പ്രസ്താവന. ക്യാമ്പസുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുന്നതിൽ യോജിപ്പില്ലെന്ന് അബ്ദുൾ റബ്ബ്. കേരളത്തിൽ ഒരിടത്തും വിദ്യാർത്ഥികൾ മുട്ടിയുരുമി ഇരിക്കാറില്ല. ഫറൂഖ് കോളേജിൽ നിന്നും തനിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒന്നിച്ച് ഒരേ അടുത്തടുത്തിരിക്കുന്നതിനോട് സെപ്പറേറ്റ് ചെയേഴ്സിലാണെങ്കിലും ഓക്കെ, അതല്ലാതെ ഒന്നിച്ചിരിക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. അങ്ങനെ ഏതെങ്കിലും കോളേജ് കേരളത്തിലുള്ളതായിട്ട് എനിക്കറിയില്ല. ഒന്നിച്ച് മുട്ടൊരുമി ഇരിക്കുന്ന കോളേജുകളുണ്ട് എന്നുള്ള വിവരം എനിക്കില്ല. എനിക്ക് യോജിപ്പില്ല, വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. അബ്ദുൾ റബ്ബിന്റെ വാക്കുകളാണ് കേട്ടത്. ഇന്ന് ഇതേ ദിവസം ഈ സംഭവം തന്നെ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്ന രാജ്യസഭാംഗം TN സീമ, ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി, ഒപ്പം BJP നേതാവ് പത്മകുമാർ, അബ്ദുള്ള, ഒപ്പം തന്നെ കോളേജ് ക്യാമ്പസിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥി ദിനുവും നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ആദ്യം സീമയിലേക്ക്, TN സീമയിലേക്ക്. ഒരുപക്ഷെ അബ്ദുൾ റബ്ബിൻ്റെ മറുപടി ഒന്ന് പുതുതായി വന്ന ഒരു സാഹചര്യം, പക്ഷേ അതിന്ന് ഏറ്റവും ഒടുവിലായി വന്ന ഒരു ഉദാഹരണം അതിൻ്റെ ആധാരമായി ചർച്ചയ്ക്ക് എടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഫറൂഖ് കോളേജ് പോലെയുള്ള ഒരുപക്ഷെ വളരെ ഔന്നത്യത്തോടുകൂടി നമ്മൾ കാണുന്ന ഒരു ക്യാമ്പസിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആശ്ചര്യത്തോട് തന്നെ നോക്കി കാണേണ്ടി വരും. ഒരുപക്ഷെ സ്ത്രീ സമൂഹത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്നത്തെ സംഭവവികാസങ്ങളെയും അബ്ദുൾ റബ്ബിൻ്റെ ഏറ്റവും ഒടുവിലായി വന്ന മറുപടിയും ചേർത്ത് വായിക്കുമ്പോൾ ഫറൂഖ് കോളേജിലെ വിഷയം ഒറ്റപ്പെട്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫറൂഖ് കോളേജിൽ തന്നെ ഇത് കുറേ കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് ഈ ഒരുമിച്ചിരിക്കൽ മാത്രമല്ല, അവിടെ പെൺകുട്ടികൾക്ക് ക്യാൻറ്റീനിൽ തന്നെ വേറൊരു സ്ഥലമാണ് കൊടുക്കുന്നത്. ഈ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇരിക്കുന്നതിൻ്റെ ഇടയിലൊരു മറയുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സിന് പുറത്ത് ആൺകുട്ടികൾക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്, പക്ഷെ അവിടെ പെൺകുട്ടികൾ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊരു ക്ലാസ്സിൽ ഇരിക്കുന്ന, പിന്നെ ഇരിപ്പെപ്പോഴും മുട്ടിയുരുമി ഇരിക്കണം, അത് ഓരോരുത്തരുടെ മനസ്സിലെ സങ്കല്പമാണ്. അപ്പോൾ ആണും പെണ്ണും അടുത്തിരുന്ന ഉടനെ മുട്ടിയുരുമി ഇരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാറുണ്ടല്ലോ, ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ആ ഇരിപ്പിനെല്ലാം അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഫറൂഖ് കോളേജിലെ അവിടുത്തെ പ്രിൻസിപ്പാളൊക്കെ തന്നെ സ്വീകരിച്ചു വരുന്ന നിലപാടിന്റെ ഒരു തുടർച്ച തന്നെയാണ്. പാരമ്പര്യമായി അല്ലെങ്കിൽ സംസ്കാരം എന്ന രീതിയിൽ സ്വയമായി നിർണ്ണയിക്കുക, ഒരു കോളേജിൽ നടപ്പാക്കുക. ഒരുപക്ഷെ CCTV-യാൽ പൊതിഞ്ഞ ഒരു ക്യാമ്പസ് കേരളത്തിലൊരു പക്ഷേ അപൂർവമായിരിക്കും. ആ രീതിയിൽ കാര്യങ്ങളെ ഇങ്ങനെ സമീപിക്കുമ്പോൾ അതിനെ ഏത് രീതിയിൽ വിശേഷിപ്പിക്കണം? ഒന്ന്, ഇവരുടെ മനസ്സിന്റെ വളരെ യാഥാസ്ഥിതികവും പിന്തിരിപ്പനുമായിട്ടുള്ള മനോഭാവത്തിന്റെ അവരുടെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ സ്വന്തം നിലപാടുകൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് സർക്കാരിൻ്റെ കൂടി ഫണ്ടോടെ പ്രവർത്തിക്കുന്ന ഒരു കലാലയത്തിൽ ഈ കാലത്ത് അത്തരം നിലപാടുകൾ അടിച്ചേൽപ്പിക്കുന്ന സമീപനം ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ പ്രിൻസിപ്പാളിൻ്റെ കാര്യത്തിൽ തന്നെ ഫറൂഖ് പ്രിൻസിപ്പാളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ വന്ന കാര്യത്തിൽ പ്രതിഷേധിക്കുന്ന കുട്ടികളെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു 10-16 വർഷം അധ്യാപികയായിരുന്ന ഒരാളാണ്. സർക്കാർ കോളേജിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഒന്നും തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കാറുണ്ട്, ക്യാൻറ്റീനിൽ ഒരുമിച്ചിരിക്കാറുണ്ട്. അങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നത് കൊണ്ട് തകർന്നു പോകുന്നതാണ് സംസ്കാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വളരെ സുപ്രധാനമാണ്. ശ്രീ അബ്ദുള്ള, എന്തായാലും താങ്കൾ ഈ വിഷയത്തിൽ എന്തൊരു താങ്കളുടേതായ നിലപാട് പറയുകയുണ്ടായി. ഒരുപക്ഷെ അധ്യാപകന്റെ കടമയാണ് വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിക്കുക. അതെന്തായാലും പ്രഥമ കടമയാണ്, കർത്തവ്യങ്ങൾക്കൊപ്പം ചേരേണ്ടതുമാണ്. പക്ഷേ ഫറൂഖ് കോളേജിൽ കണ്ടത് ഒരുപക്ഷെ സീമകളെല്ലാം ലംഘിക്കുന്ന തരത്തിലുള്ള ഇടപെടലായിരുന്നില്ലേ? ഒരർത്ഥത്തിൽ തെരുവിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന സദാചാര പോലീസിനെ പോലെ ഒരു സരസ്വതി ഗേഹം അവിടെ അധ്യാപകർ ഇടപെടുന്നത് അതൊരു പക്ഷേ എല്ലാ സീമയും ലംഘിക്കുന്നതായിരുന്നില്ലേ? സീമകൾ ലംഘിക്കുക എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞ ആൾ പറഞ്ഞതിനെ ലംഘിക്കുക എന്നായിരിക്കില്ലെന്ന് ധരിക്കുന്നു. ഇവിടെ അവരെ കുറേ അധികം കോളേജിലോ അല്ലെങ്കിൽ ഒരു കോളേജിൽ കുറേ കാലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാനും 10-28 കൊല്ലം കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകളിലടക്കം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ബെഞ്ചിലിരിക്കുന്ന സമ്പ്രദായമില്ല. 2, കോളേജുകൾ എന്നല്ല, നമ്മൾ സ്കൂളിൽ വരെ കുട്ടികളെ മാറ്റിയിരുത്തിക്കൊണ്ടാണ് പഠിപ്പിച്ചു വരുന്നത്. 3, ബസ്സുകളിൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്, ആ ബസ്സിൽ പോലും ഇവിടെ ആണും പെണ്ണും ഒന്നിച്ചിരിക്കുന്നില്ല. 4, ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ മാർക്ക് കുറഞ്ഞതായിട്ട് ആൺകുട്ടിയോ
ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ പരാതി പറഞ്ഞതായിട്ട് അറിയില്ല. 5, ഇതിന് നമ്മൾ താലിബാനിസം എന്ന് വേറെ ചാനലിൽ പറയുന്നത് കേട്ടു. ഇവിടെ ഇന്ത്യയിൽ ഒരു വളരെ പ്രസിദ്ധനായ ഒരു ഗുരു, ഒരു സ്വാമി, അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയതായ ഒരു വനിത, ഒരു യുവതി, അവരെ സ്റ്റേജിലോ പരിസരത്തോ കണ്ടുപോകരുത് എന്നൊരു പറഞ്ഞ ഒരു രാജ്യം, സ്ത്രീകൾ സന്ധ്യയായിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞൊരു മന്ത്രി, ഇത് അതുപോലെ തന്നെ സ്ത്രീകൾ പ്രധാനപ്പെട്ട ചില രീതിയിലുള്ള വസ്ത്രധാരണം, ജീൻസ് എന്ന് പറയാം, യേശുദാസനെ പോലുള്ള ആൾക്കാർ പറയുന്നു അത് ധരിക്കാൻ പാടില്ല. ഇതിൻ്റെ ഒന്നും പേരിൽ നമ്മൾ ഇത്രയധികം ചർച്ചകൾ നടക്കാതെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇത്രയും അധികം ചർച്ച നടത്തുമ്പോൾ തീർച്ചയായും ഫറൂഖ് കോളേജിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ടാർഗറ്റ് ചെയ്തുള്ള ഒന്നാണ് ഇത്. 3 അല്ല മറ്റൊരു കാര്യം 6 MA ബേബി, നമ്മൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട MA ബേബി ഇന്നത്തെ അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ എഴുതിയതായിട്ട് എന്നെ ഒരാൾ വിളിച്ച് വായിച്ച് പറഞ്ഞു തന്നത് തനിക്കിതിനോട് യോജിപ്പില്ല എന്ന്. വ്യക്തിപരമായിട്ട് എനിക്കും യോജിപ്പില്ല എന്ന് മാത്രമേ അബ്ദുറബ്ബ് പറഞ്ഞിട്ടുള്ളൂ. സീമ പറഞ്ഞത് വ്യക്തിപരമായിട്ട് അങ്ങനെ അഭിപ്രായം ആവാം, എന്തെങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കരുത്. ആരവിടെ അടിച്ചേൽപ്പിച്ചത്? ഫാറൂഖ് കോളേജ് നേരത്തെ തുടർന്ന് പോരുന്നതായ രീതി കൊല്ലങ്ങളായി, ഏതാണ്ട് ഞാൻ പ്രതീക്ഷിച്ചതും ആ വാചകമാണ്. ദയവായി എല്ലാ ബഹുമാനവും നൽകിക്കൊണ്ട് ഞാൻ താങ്കളിലേക്ക് എത്താം ദയവായി. കാരണം സാമൂഹ്യ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഫക്രുദ്ദീൻ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ താങ്കൾ കേട്ട് കാണും. ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ഫറൂഖ് കോളേജിനെ അടുത്തറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഫക്രു. അവിടെ നോക്കുമ്പോൾ ഇന്ന് സംഭവിച്ചത് മുഖവിലയ്ക്ക് നമ്മൾ എടുക്കുക അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ. അദ്ദേഹം മുന്നോട്ട് വെച്ചത് അവിടെ നിങ്ങൾ സീമ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ അവിടെ മുന്നോട്ട് വെച്ച വാദഗതികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അബ്ദുള്ളയുടെ വാചകങ്ങളെ മുഖവിലെടുത്തുകൊണ്ടുള്ളൊരു മറുപടി. ശുദ്ധ അസംബന്ധ പറഞ്ഞാതിരിക്കാൻ പറയാം. മൂപ്പരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സൗത്തിലോട്ട് ഭയങ്കര ബഹുമാനത്തോട് കൂടി വിളിക്കുന്നത്, അതുകൊണ്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അല്ല, നോർത്തിലോട്ട് ഇപ്പൊ മൂപ്പര് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് ഫറൂഖ് കോളേജിന്റെ കാര്യം എടുക്കാം. 2000 ഞാൻ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മുബാറക് പാഷ സാറാണ് ഫറൂഖ് കോളേജിന്റെ പ്രിൻസിപ്പാൾ. 2003 2003 കാലഘട്ടത്തിൽ അന്ന് ഞാൻ എന്റെ പെങ്ങൾ ഈ ഫറൂഖ് കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ കാണാൻ പലപ്പോഴും ആ കോളേജ് ഫക്രുവിലേക്ക് എത്താം. സാങ്കേതിക തകരാറുകൊണ്ട് ശ്രീ പത്മകുമാർ, ഒരുപക്ഷെ ഈ കാര്യത്തിൽ വലിയ പല വാദഗതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പലരും രേഖപ്പെടുത്തുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഇതിനോട് സമീപിച്ചത് ഒരു വ്യക്തിപരമായ അഭിപ്രായം, പ്രത്യേകിച്ച് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് അരാജകത്വം, ഒരുപക്ഷെ ഈ പറയുന്ന സാമൂഹിക മൂല്യങ്ങൾ അവിടെ സാംശീകരിക്കപ്പെടേണ്ട ക്യാമ്പസുകളിൽ, പ്രത്യേകിച്ച് ഫറൂഖ് കോളേജ് പോലെ ഒട്ടേറെ ആദരണീയരായ വ്യക്തികൾ പഠിച്ചിറങ്ങിയ ഒരു കലാലയത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അതിനെ ഏതർത്ഥത്തിലാണ് കാണേണ്ടത്? സീമകൾ ഇടുകയാണോ, അതിൻ്റെ വഴിക്ക് പോകണമെന്ന പിടിവാശിയാണോ ഇതിലുള്ളത്? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തുടക്കം മുതൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇത്രമാത്രം ജനാധിപത്യവും അതേതരത്തിലുള്ള നിലപാടുകളൊന്നും അല്ലല്ലോ. അദ്ദേഹം താമസിക്കാൻ പോയ വീടിൻ്റെ പേര് ഗംഗ എന്നുള്ളതുകൊണ്ട് ഗ്രേസ് ആക്കുന്നത് വരെ വാടക വീട്ടിൽ താമസിച്ച ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൽ ഇതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് നമുക്ക് അറിയാമല്ലോ, ഇതൊരു കേരളത്തിൽ നമുക്കുണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. കേരളത്തിലെ ഈ കോളേജുകളിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഈ പ്രത്യേകിച്ചും പെൺകുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു, മീനാക്ഷി ഗോപിനാഥ് കമ്മിറ്റി. 15 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കമ്മിറ്റി. അതിൽ ഒരു കോളേജ് മാത്രമല്ല, കുറേ കോളേജുകളിൽ അവർ പഠനം നടത്തിയിട്ട് ആ പഠനം റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ചും കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ, പ്രത്യേകിച്ചും പെൺകുട്ടികളെ അനുഭവിക്കുന്നത്. ഞാൻ വളച്ചുകെട്ടില്ലാതെ കൂടുതൽ നമ്മൾ സാങ്കേതികതയിലേക്ക് പോകണ്ട. ആൺകുട്ടിയും പെൺകുട്ടിയും അടുത്തിരുന്നാൽ എന്താണ് സംഭവിക്കുക? എന്താ സംഭവിക്കുക? പറഞ്ഞ സ്ഥിതിക്കാണ് ഞാൻ പറഞ്ഞ ഈ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ്. ഇപ്പം പെൺകുട്ടികൾ നമ്മൾ വീട്ടിൽ നമ്മൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് കമ്പാർട്ട്മെൻറ്റുകളുണ്ടോ, അവിടെ അടുത്തടുത്ത് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് അവർ തമ്മിലുള്ള ഒരു മാനസികമായ സാഹോദര്യ ബന്ധം, അത് തന്നെയാണല്ലോ ഫ്രണ്ട്ഷിപ്പ്, അത് തന്നെയാണല്ലോ കോളേജിലും ഉണ്ടാകാൻ പോകുന്നത്. അതിൻ്റെ നമ്മളെപ്പോഴും ഒരു അതിരുകടന്ന ഒരു മേഖലയിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ അതിരുകടന്ന മേഖലയിലേക്ക് പോകുമ്പോൾ അത് റിസ്ട്രിക്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ കോളേജിൽ ഈ ഒരു സംഭവം മാത്രമല്ല, ഞാനത് മനസ്സിലാക്കിയിട്ട് അവിടെ നേരത്തെ ആ പുറത്താക്കിയ വിദ്യാർത്ഥികളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. അവിടെ കലാപരിപാടികൾ പോലും, പ്രത്യേകിച്ച് നാടകം, അതുപോലുള്ള സമൂഹഗാനം, ഇങ്ങനെയുള്ള പരിപാടികൾ പോലും ഒരുമിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കെടുക്കാൻ കഴിയുന്നില്ല ഒരവസ്ഥ കോളേജിൽ. ശ്രീ ഒ അബ്ദുള്ള, അതാണ് ഒരുപക്ഷെ ഫക്രുദ്ദീൻ താങ്കളുടെ വാക്കുകളെ ശുദ്ധ മണ്ടത്തരമെന്ന് സൂചിപ്പിച്ചത്. കാരണം അവിടെ 18-ാം
നൂറ്റാണ്ടിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള നിയമാവലികൾ. ഒരു പെൺകുട്ടിക്ക് ക്യാമ്പസിൽ ഇടപെടാൻ കഴിയുന്നില്ല, ക്ലാസ് മുറിയിൽ കഴിയുന്നില്ല, ലൈബ്രറിയിലേക്ക് പോയാൽ അവിടെ ചുവരെഴുതുന്നു ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇരിക്കേണ്ട സ്ഥലങ്ങൾ. അവിടെ പൊതുനിരത്തിലേക്ക് ഇറങ്ങിയാൽ അവിടെയും ഒക്കെ തന്നെ ഈ ബോർഡുകളിലേക്ക് സാമൂഹിക പശ്ചാത്തലത്തെ ഒതുക്കുന്ന ഒരു കാഴ്ചപ്പാട്. അതിനെയാണ് എല്ലാവരും തുറന്നു തീർക്കുന്നത്. ശുദ്ധ മണ്ടത്തരമെന്നാണ് ഫക്രുദ്ദീൻ അലിയെ പോലെയുള്ളവർ വിശേഷിപ്പിച്ചത്. താങ്കളുടെ വാചകങ്ങളെ അല്ല, ഫക്രുദ്ദീന് എൻ്റെ ബുദ്ധിക്കും ഐക്യനും മാർക്കിടേണ്ടിയില്ല. ഫക്രുദ്ദീനെ പോലത്തെ പൊട്ടന്മാരോട് മറുപടി വരാനല്ല ഞാൻ വന്നത്. അത് വേറെ കാര്യം. അതുകൊണ്ട് അത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കും അല്പം ശ്രദ്ധിക്കുന്നത് മാന്യതയ്ക്ക് നല്ലതാണ്. ഞാൻ പറയുന്നത് ഒന്നിച്ചിരുന്ന് പഠിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ഒന്നിച്ചിരുന്ന് പഠിക്കാത്തത് കൊണ്ട് ആരുടെയെങ്കിലും മാർക്ക് കുറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പീഡിപ്പിക്കപ്പെടുകയും മറ്റും ചെയ്യുമ്പോൾ ഇതിൽ നഷ്ടം വരാനുള്ളത് പെൺകുട്ടികൾക്കാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുകയും കൂടുതൽ ഇടകലരുകയും ചെയ്യുമ്പോൾ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും നമ്മൾ തുറന്ന് പറയുകയാണെങ്കിൽ അവരുടെ എന്തെങ്കിലും ചരിത്രത്തിനോ മറ്റോ സംഭവിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും അതവരെ പിന്തുടരും. 2, ഒന്നിച്ച് പരീക്ഷ ഹാളിലും മറ്റും എപ്പോഴെങ്കിലും പരീക്ഷ എഴുതാൻ പോകുന്നത് പോലുള്ള ഒന്നല്ല. കൊല്ലങ്ങൾ തുടർന്നുള്ള 2-3 കൊല്ലങ്ങൾ പഠിക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം, ആ ബന്ധം കൂടുതൽ ശക്തിപ്പെടുമ്പോൾ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ അനുഭവങ്ങൾ. ഇപ്പോൾ NIT-യിലുള്ളതായ ഒരു ഗൈഡ്, ഒരു പ്രൊഫസർ, അയാളുടെ പീഡനത്തിനിരയായ പെൺകുട്ടിയെ തീവണ്ടിയിൽ നിന്ന് വെള്ളത്തിലേക്ക് വീഴ്ത്തിയത്, തീവണ്ടിയുടെ മുമ്പിലേക്ക് വീഴ്ത്തിയത് ആരാ? ഒരു പ്രൊഫസറല്ലേ? അപ്പോൾ പ്രൊഫസറും പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധങ്ങൾ ഏത് രീതിയിലുള്ളതാണ്? ഇത്തരത്തിലുള്ള എന്തെല്ലാം പീഡനങ്ങൾ. ഇപ്പോൾ പെൺകുട്ടികൾ കേരളത്തിൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് ഒന്നുകിൽ അവരുടെ കുടുംബക്കാരാൽ, അല്ലെങ്കിൽ അവരുടെ അധ്യാപകന്മാരാൽ, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളാൽ, ബന്ധുക്കളാൽ. ഇത് ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസം മുമ്പുള്ള പത്രത്തിൽ പോലും ഇത് വന്നതാ. അപ്പോൾ ഇതിനുള്ളതായ സാധ്യതകൾ കൂടുതൽ തുറന്നു വെക്കണോ? ഇതുവരെ നമ്മൾ പഠിച്ചു പോകുന്നത് പോലെ കുട്ടികൾ ഒരേ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നു. പിന്നെ ഫറൂഖ് നാടകത്തിനും മറ്റുള്ളവരൊന്നും ഒന്നിച്ച് മിംഗ്ലിങ് പാടില്ല എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവാണ്. എൻ്റെ 3 കുട്ടികൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അവരാരും അത്തരത്തിലുള്ള ഒരു പരാതി പറഞ്ഞിട്ടില്ല. ഒന്നിച്ച് ഒരു ബെഞ്ചിലും ഒരു മടിയിലും ഇരുന്ന് പഠിക്കാത്തതുകൊണ്ട് അവർക്കൊന്നും മാർക്ക് കുറഞ്ഞിട്ടുമില്ല. സീമ, കാരണം അവിടെ മറുപടി പറയേണ്ടത് സീമയാണ്. കാരണം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അവർ ഒരുപക്ഷെ പറയാൻ മടിക്കുന്ന അവരുടെ ജീവിതശൈലിയിൽ ഒരുപക്ഷെ രഹസ്യമായൊക്കെ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരുമിച്ചിരുന്നാൽ അതൊക്കെ തന്നെ ഒരുപക്ഷെ പൊളിഞ്ഞു വീഴപ്പെടും. അവിടെ പീഡനത്തിലേക്ക് ഒരുപക്ഷെ അബ്ദുള്ള പോലെയുള്ള ബഹുമാന്യനായ വ്യക്തിയുടെ വാചകങ്ങളെ എടുത്താണ് ഞാൻ പറയുന്നത്. പീഡിപ്പിക്കപ്പെടുന്ന അധ്യാപകനാൽ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പോലും അതിലേക്കൊക്കെ എത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. എനിക്ക് മനസ്സിലാവാത്ത അതാണ്. അധ്യാപകർ പിന്നെ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു, അങ്ങനെയാണ് ഇനി സ്ത്രീകൾ മാത്രം പെൺകുട്ടികളെ പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ ഇവർ നിർദ്ദേശിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഇതിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. സ്ത്രീകൾ മാത്രം സ്ത്രീകളെ ചികിത്സിക്കുക, സ്ത്രീകൾ മാത്രം സ്ത്രീകളെ പഠിപ്പിക്കുക. മാത്രമല്ല, ഒരുമിച്ചിരിക്കുന്നതുകൊണ്ടാണോ പീഡനം മുഴുവൻ ഉണ്ടാവുന്നത്? 10 മാസമുള്ള കുഞ്ഞ് പീഡിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ പ്രായമുള്ള സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ എത്ര കാലം സ്ത്രീയെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ച് ഇവർ സംരക്ഷിക്കും? അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഒറ്റപ്പെട്ട ശബ്ദമൊന്നുമല്ല. ശ്രീ അബ്ദുള്ള അടക്കമുള്ള ആളുകൾ വളരെയധികം യാഥാസ്ഥിതികമായിട്ടുള്ള അടഞ്ഞ മനസ്സുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. അങ്ങനെ എല്ലാ കാലത്തും സ്ത്രീകളെ മൂടി വെച്ചുകൊണ്ടും പൊതിഞ്ഞു വെച്ചുകൊണ്ടും സന്ധ്യ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയും എങ്ങനെയാണ് സ്ത്രീകളെ സംരക്ഷിക്കുന്നത് പറയുന്നത്? അപ്പോൾ ഈ സംരക്ഷണം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ചങ്ങല ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സീമ തീരുമാനിക്കുക, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള നിലപാടാണ്. അതിൻ്റെ ഒരു പ്രകടനമാണ് ഈ കാണുന്നത്. ഇപ്പൊ പീഡനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെയാണ് നിയന്ത്രിക്കുന്നത്. അത് ഫറൂഖ് കോളേജിൽ, പിന്നെ അദ്ദേഹം പറഞ്ഞതിനകത്ത് എനിക്ക് തിരുത്താനുണ്ട്. ഫറൂഖ് കോളേജിൽ എല്ലാ കാലത്തും ഇങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത കാലത്തെ കാര്യമായിരിക്കും പറയുന്നത്. ഫറൂഖ് കോളേജിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ളത് അവിടെ വളരെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്ന കോളേജാണെന്നാണ്. അവിടെയാണ് ആ ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുമെങ്കിൽ ബോധപൂർവമായ ഇടപെടലാണ്. അദ്ദേഹം ഈ പ്രിൻസിപ്പൾ തന്നെ ഒരിക്കൽ പറഞ്ഞ വാക്കെന്ന് പറയുന്നത്, ഇവിടെ മതപഠനം നടത്തുന്ന ഒരു മദ്രസയാണെന്ന് വിളിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതൊരു അഭിമാനമായിട്ടേ കാണുള്ളൂ. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഈ പ്രിൻസിപ്പാളിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്. അതൊരു മതകേന്ദ്രമൊന്നുമല്ല. ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന ഒരു എയ്ഡഡ് കോളേജാണ്. എന്തായാലും കൂടുതൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ എന്തായാലും ദിനുവിലേക്ക് ഞാൻ ഒരിക്കൽ ഒന്ന് പോവുകയാണ്. കാരണം ദിനു അവിടെ നിന്നും ഇതിനെതിരെ ശബ്ദിച്ചതിന് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥിയാണ്. ദിനു, എന്താണ് യാഥാർത്ഥ്യങ്ങൾ? ശ്രീ അബ്ദുള്ള പറയുന്നത് പോലെ അവിടെ ഒന്നും തന്നെ കലാപരിപാടികൾക്കൊന്നും നിയന്ത്രണമില്ല. ഒട്ടേറെ കാര്യങ്ങൾ മാധ്യമങ്ങൾ മെനഞ്ഞ് താലിബാനിസം എന്ന തരത്തിലേക്കൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്നത് മാധ്യമപ്രവർത്തകരാണ്, മാധ്യമങ്ങളാണ്. എന്താണ് യാഥാർത്ഥ്യം? ഒട്ടേറെ കാര്യങ്ങൾ
ഇത് യഥാർത്ഥത്തിൽ ഫറൂഖ് കോളേജിന്റെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്ത്രീകളുടെ വളരെയധികം ക്വാണ്ടിറ്റേറ്റീവ് പ്രസൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ പോലും, ഏറ്റവും അധികം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും സബ്സ്റ്റാൻഷ്യലായി പെൺകുട്ടികളുടെ പ്രസൻസ് എത്രത്തോളം ഉണ്ടെന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഫറൂഖ് കോളേജിൽ വളരെ വ്യക്തമായിക്കൊണ്ട് നാടകം കളിക്കാൻ വേണ്ടി അനുവദിക്കുന്നില്ല, തെരുവ് നാടകങ്ങൾക്ക് പോലും അപേക്ഷ റദ്ദാക്കുകയാണ് ഉള്ളത്. രണ്ടാമതായിട്ട് കൾച്ചറൽ പ്രോഗ്രാംസ്, അതായത് ഫൈൻ ആർട്സ് സെക്സ് ബേസ്ഡ് ആണ് സെഗ്രിഗേഷനിൽ. ഫസ്റ്റ് ഡി സി ബോയ്സ്, ഫസ്റ്റ് ഡി സി ഗേൾസ്, സെക്കൻഡ് ഡി സി ബോയ്സ്, സെക്കൻഡ് ഡി സി ഗേൾസ്, ഇത്തരത്തിൽ സെക്സ് വെച്ചിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ക്യാൻറ്റീനിൽ വളരെ കൃത്യമായി മറ കെട്ടിയിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. പട്ടിക്കും പൂച്ചയ്ക്കും ഉറുമ്പിനും വരെ ഇരിക്കാവുന്ന കോൺക്രീറ്റ് ബെഞ്ചിൽ പെണ്ണിരിക്കരുത് എന്ന് അലിഖിത നിയമം പാസ്സാക്കുന്നു. അതിന് അനുകൂലിച്ചുകൊണ്ട് പെൺകുട്ടികളെ ഇരിക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. കൂടാതെ മാതാവ് വന്നു കഴിഞ്ഞാൽ രക്ഷിതാവായി അംഗീകരിക്കാത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒപ്പം ഇരുന്നിട്ടുണ്ടായിരുന്ന പെൺകുട്ടികളോട് വളരെ മോശമായ രീതിയിൽ, ഒരു പെണ്ണിന്റെ പേഴ്സണൽ ഡിഗ്നിറ്റി ഹനിക്കുന്ന രീതിയിലാണ് ഡിസിപ്ലിനറി കമ്മിറ്റി അവരുടെ സദാചാര ബോധങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. എൻ്റെ വളരെ ചെറിയൊരു ചോദ്യം ഇതാണ്. പണ്ട് വീട്ടിയൊക്കെ പറഞ്ഞ പോലെ തന്നെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ പൊട്ടുന്ന തരത്തിലുള്ള അണുബോംബോ അല്ലെങ്കിൽ തീപ്പെട്ടിയും പൊട്ടാഷും പോലെ പെൺകുട്ടികളെ കാണേണ്ടതുണ്ടോ എന്നാണ്. മാത്രവുമല്ല, പരസ്പരം കൗതുക വസ്തുക്കളായി ഇരയും വേട്ടക്കാരനുമായി പെൺകുട്ടികളെയും ആൺകുട്ടിയെയും വളർത്തിക്കൊണ്ട് നിർഭയ പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. കടിക്കാൻ വരുന്ന പട്ടിയെയാണ് നമ്മൾ കെട്ടിയിടേണ്ടത്, അല്ലാതെ നാട്ടുകാരെ മൊത്തമല്ല നമ്മൾ കെട്ടിയിടേണ്ടത് എന്ന് മനസ്സിലാക്കണം. പ്രൊട്ടക്ഷനിസം എന്ന പേരിൽ സ്ത്രീയെ ചെങ്ങലക്കിടുകയല്ല ഇവിടെ വേണ്ടതെന്ന് ഇവർ ദയവ് ചെയ്ത് ഓർമ്മിക്കണം. ഒരു ബെഞ്ചിൽ ഒന്നിച്ചിരുന്നു കൊണ്ട് കൊബയാഷി മാഷയെല്ലാം നാം ഓർമ്മിക്കേണ്ടതായുണ്ട്. പരസ്പര ബഹുമാനത്തോടു കൂടി ആണും പെണ്ണും വളരുന്നിടത്ത് മാത്രമേ ലിംഗസമത്വം ഉണ്ടാവുകയുള്ളൂ. ട്രാൻസ്ജെൻഡർ പോളിസി അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ 2 ദിവസം മുന്നേ പുറത്താക്കിയ ഒരു വേളയിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ആ മന്ത്രിസഭയിൽ തന്നെയുള്ള ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കരുതെന്ന്. നാളെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ ഈ ക്യാമ്പസിൽ പഠിക്കാൻ വരുമ്പോൾ അവനെ എവിടെ ഇരുത്തും? അവനെ ഏത് സദാചാര മൂല്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവനെ മാറ്റിയിരുത്തും? ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. തീർച്ചയായും വളരെ വ്യക്തമാണ് മറുപടി. എന്തായാലും ഒ അബ്ദുള്ളയ്ക്ക് ഒട്ടേറെ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നു. ചങ്ങലകൾ ശ്രീ ഒ അബ്ദുള്ള അവിടെ പൊട്ടിക്കപ്പെടും. സീമകൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ സമാന ചിന്താഗതിയിലുള്ള ആളുകൾക്കോ ഇടാൻ കഴിയില്ല. എന്തായാലും ഒ അബ്ദുള്ളയിലേക്കും ഒപ്പം TN സീമ, ഫക്രുദ്ദീൻ അലി എന്തായാലും വെമ്പി നിൽക്കുന്ന സാഹചര്യം ഒ അബ്ദുള്ളയ്ക്ക് മറുപടി നൽകാൻ എല്ലാവരിലേക്കും മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് എത്തുമ്പോൾ ഫക്രുദ്ദീൻ അലി, താങ്കൾ കേട്ട് കാണുമല്ലോ ആ കുട്ടി, ആ വിദ്യാർത്ഥി പറഞ്ഞ കാര്യങ്ങൾ. കാരണം ഇവിടെ ഒരുപക്ഷെ അല്പസമയം മുമ്പ് ഒ അബ്ദുള്ള പറഞ്ഞത് എന്തായാലും എനിക്കറിയാം അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, കാരണം നാടകത്തിന് പോലും കളിക്കാൻ പോലും വിലക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം പണ്ടത്തെ കാര്യമായിരിക്കും, അതിനുശേഷം സാഹചര്യം മാറിയ കാര്യം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്കോ അദ്ദേഹം ബോധപൂർവ്വമാണോ അല്ലെങ്കിൽ അതിലേക്ക് പരാമർശിക്കപ്പെടുന്നില്ല. എന്ത് മറുപടിയാണ് ഈ ഒരുപക്ഷെ വിദ്യാർത്ഥികൾ ഇത്രയേറെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ക്യാമ്പസുകൾ ഒരുപക്ഷെ അപൂർവമായിരിക്കും? ഞാൻ മൂപ്പര് പറഞ്ഞതിനെ പറ്റി പറഞ്ഞ ശുദ്ധാസംബന്ധം എന്നാണ്. ശുദ്ധാസംബന്ധത്തിന് മണ്ടത്തരം ഒന്ന് അർത്ഥം ഉണ്ടെങ്കിൽ എടുത്തോളൂ, എനിക്ക് ഒരു വർഷം പ്രശ്നമില്ല, കാരണം ആ രീതിയിൽ തന്നെയാണ് മൂപ്പര് സംസാരിച്ചത്. പിന്നെ ഈ നാടകത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2003 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ അന്ന് ഫറൂഖ് കോളേജിൽ പോയായിരുന്നു. എൻ്റെ പെങ്ങൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്നു. അന്ന് പാശസാറായിരുന്നു പ്രിൻസിപ്പൾ. അന്ന് അവിടെ നാടകം നടന്നിരുന്നു. അന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇല്ല, ഇപ്പം പക്ഷേ ഈ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് അന്ന് തൊട്ടേ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഫറൂഖ് കോളേജ് കോഴിക്കോട്ടെ മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വിജയം എല്ലാ മേഖലയും കൈവരിക്കുന്ന ഒരു കോളേജാണ്. എന്നാൽ അതേസമയം തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മദ്രസയുടെ ഫീൽ ഉണ്ടാവും. എനിക്ക് MA അഡ്മിഷൻ അവിടെ കിട്ടി, ഒറ്റ ദിവസം കൊണ്ട് അവിടെ നിന്ന് അഡ്മിഷൻ ഒഴിവാക്കി ഡൽഹിയിലേക്ക് പോയ ആളാണ്, ജെന്നിയിലേക്ക് പോയ ആളാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ പോയി നമുക്ക് വല്ല സഫക്കേഷൻ, ലിബറൽ ഡെമോക്രാറ്റിക് ചുറ്റുപാട് ജനിച്ചു വളർന്ന ക്രിസ്ത്യൻ കോളേജിലൊക്കെ പഠിച്ച് അങ്ങനെ കുടുംബ പശ്ചാത്തലത്തിൽ വന്ന ഒരാളെ സംബന്ധിച്ചോളം വല്ലാത്തൊരു സഫക്കേഷൻ. ഒരുപക്ഷെ ഞാൻ ഒരു സംശയിച്ചിട്ടുണ്ട്. കാരണം ഒരു വിദ്യാർത്ഥിനി ഒരിക്കൽ ഒരു അധ്യാപകൻ പറഞ്ഞ കാര്യമാണ്, വളരെ പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യം. അവിടെ ബോധം കെട്ട് വീണിട്ട് ആ കുട്ടിയെ താങ്ങിയെടുക്കാൻ പുതിയ അധ്യാപകനായിരുന്നു കോളേജിൽ, പരീക്ഷാ ഹാളിൽ ചെന്ന് എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് വിലക്കി മറ്റൊരു അധ്യാപകൻ. ആ പെൺകുട്ടി ലേഡി ടീച്ചർ വന്നതിന് ശേഷം മാത്രമേ താങ്ങിയെടുക്കാൻ പാടുള്ളൂ. ആ സാഹചര്യങ്ങളിലേക്ക് പോലും പോകണമെങ്കിൽ നിങ്ങൾ പറയുന്ന ഇവിടെ നേരത്തെ സീമ ടീച്ചർ പറഞ്ഞ പഴയ സാഹചര്യം അന്ന് ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏത് രീതിയിലാണ് അവിടെ ഇങ്ങനെയുള്ള അതിർവരമ്പുകൾ വന്ന് പെട്ടത്? അതിന് ബോധപൂർവമായ ഇടപെടലല്ലേ? അല്ല, ബോധപൂർവമായി തന്നെ ഇത് കാണണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിനെ കാണുന്നത് ബംഗ്ലാദേശിൽ അവിനാഷ് റോയ് എന്നുള്ള രാഷ്ട്രനിഷ്ഠ എഴുത്തുകാരൻ, അതിനുള്ള ഒരുപാട് എഴുത്തുകാരെയും കൊന്ന മുസ്ലിം ഭീകരവാദികൾ, ഇവിടെയുള്ള ഈ ഹിന്ദുത്വവാദികളെ പോലെ തന്നെയാണ് അവിടെയുള്ള മുസ്ലിം ഭീകരവാദികൾ. അവരുടെ അതേ ഭാഷയും അതേ രീതിയും തന്നെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അന്ന് അവിടെ ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്കെതിരെ നിങ്ങൾ കണ്ടോ SIOക്കാരും പിന്നെ മറ്റേ ബഹുമാനം കുറച്ച് ചാടിയത് MSFകാരും.
അത് നിങ്ങൾ ബംഗ്ലാദേശിനും അതുപോലത്തെ ഉത്തരേന്ത്യയിലും കാണും. കേരളത്തിലൊരു ക്യാമ്പസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ രീതിയിൽ അവിടെയുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു ഇസ്ലാമിക മതമൗലികവാദത്തിൻ്റെ വർഗീയവാദം ടെററിസം ഒന്നും ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഹബ്ബായി മാറ്റാനുള്ള ഒരു ശ്രമമാണ്. ആ ഒരു ഭാഷയ്ക്ക് ഇപ്പം ഗൾഫ് പണത്തിന്റെ സ്വാധീനം കൊണ്ട് ഹുങ്ക് കൂടിയിട്ടുണ്ട്. അബ്ദുള്ളനെ പോലുള്ള ആളുകൾ ഇതിന് പ്രത്യയശാസ്ത്രപരമായ തലം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരേ സമയം RSSന്റെ തീവ്ര ഹിന്ദുത്വവാദത്തെ തീവ്ര ഇസ്ലാമിസത്തെ ഒരുപോലെ എതിർക്കുന്ന ആളാണ്. ഇപ്പോൾ കേരള കോളേജിലെ കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾ അതിശക്തമായി എതിർത്തില്ലേ? ഈ ഓരോ സംഭവം അബ്ദുള്ള ചൂണ്ടിക്കാണുന്ന സംഭവത്തെ അബ്ദുള്ളനെക്കാട്ട് എതിർത്ത് ഞങ്ങളാണ്. പക്ഷേ അബ്ദുള്ളൻ്റെ ആളുകളും തോന്നിവാസം കാണിച്ചാൽ തോന്നിവാസം ഒന്ന് വിളിച്ചു പറയും. ഇത് കേരളമാണ്. നിങ്ങൾക്ക് ഈ രീതിയിൽ ഇങ്ങനെ സംസാരിക്കാൻ ഉത്തരേന്ത്യ പറ്റില്ല. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ പുരോഗമന ഇടതുപക്ഷവും ഒരു ലിബറൽ ഡെമോക്രാറ്റിക് ചുറ്റുപാടുണ്ടായിട്ടാണ്. നിങ്ങൾ അടുക്കളയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾ RSS ചൂട്ടുപിടിക്കാൻ നിങ്ങൾ പറയുമെങ്കിൽ നിങ്ങളാണ് RSS ചൂട്ടുപിടിക്കുന്നത്. നിങ്ങളാണല്ലോ ഇവിടെയുള്ള ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയെ നാണം കെടുത്തുന്നത്. ആദ്യം നിങ്ങൾ തന്നെ സ്വയം നവീകരിക്കണം. ഇത്രയും പ്രായമായില്ലേ, ഇത്രയും പഠിപ്പില്ല, ഇത്രയും പഠിപ്പിച്ചിട്ടില്ല, എന്നിട്ട് മനസ്സിപ്പോഴും ഫ്യൂഡൽ കാലഘട്ടത്തിൽ കൊണ്ട് വെക്കുകയാണ്. ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് എന്താ സംഭവിക്കുക? ഞാൻ ക്രിസ്ത്യൻ കോളേജ് പഠിക്കുക, എൻ്റെ കൂടെ ഒരുപാട് മുമ്പിലായിരുന്നു. ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല, അവരെല്ലാം കല്യാണം കഴിച്ചു, പ്രണയിച്ച ആളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആത്മനിയന്ത്രണമില്ല. ഖുർആൻ പറയുന്ന ആത്മനിയന്ത്രണമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാം. പ്രവാചകൻ തന്നെ ഒരു ഹദീസുകൾ എടുത്തു നോക്കും. പ്രവാചകൻ തന്നെ തൊടാൻ പറ്റാത്ത സാഹചര്യം നിങ്ങൾ പറയുന്ന സാഹചര്യം അദ്ദേഹത്തിൻ്റെ പത്നിമാരോട് കൂടെ അദ്ദേഹം സല്ലപിച്ചിട്ടുണ്ട്, സഹവസിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് പ്രവാചകൻ കാണിച്ച മാതൃക. നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം താങ്കളുടെ വിശ്വാസതയെ കൂടി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന ആയതുകൊണ്ട്. അല്ല അത് മേനകാ ഗാന്ധിയുടെ സംരക്ഷണമുള്ളത് കൊണ്ട് മാത്രം കുര തുടരുന്നതായ ഒരു വ്യക്തി എന്ന് എനിക്കതിനെ പറ്റി പറയാനുള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ അയാളോട് എന്തിനാ ആളിനെ ഇന്നെ കൊള്ളും നിങ്ങൾ ചാടേണ്ട കാര്യം എന്താ എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് മേനകാ ഗാന്ധി ഒറ്റ വാക്കിലെ അതിനെ പറ്റി മറുപടി പറയുന്നത്. ഇവിടെ പ്രശ്നം ഒന്ന് ഫാറൂഖ് കോളേജിൽ മാത്രമല്ല, സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളും വേറിട്ടുള്ള വ്യത്യസ്ത ബെഞ്ചുകളിൽ ഇരിക്കുന്നത്. കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിലടക്കം അത്തരത്തിലാണ് ഉള്ളത്. അഥവാ പലയിടത്തും ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിൽ ഒരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഫാറൂഖ് കോളേജിൽ നിന്ന് തന്നെ തുടങ്ങണം? ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ചില കേന്ദ്രമന്ത്രിമാർ, ഇവിടുത്തെ ചില ഗുരുവര്യന്മാർ, ഇവിടുത്തെ ചില സ്വാമിമാർ അവരെ പരിഭാഷപ്പെടുത്തിയ പുസ്തകത്തിൻ്റെ അടുത്തേക്ക് പോലും പെണ്ണുങ്ങളെ അടുപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളതായ ബഹളം, ഇത്തരത്തിലുള്ള ചർച്ച? ഇന്ന് തന്നെ 4 ചാനലുകാർ വിളിച്ചിട്ടുണ്ട്, അന്നൊന്നും ആരും വിളിച്ചിട്ടില്ല. എന്തുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നില്ല? പിന്നെ ഈ ഫഖ്റുദ്ദീനയ്യാമതിന്റെ ഇയാളുടെ ഒന്നും ഔദാര്യം കൊണ്ടല്ല, ഞങ്ങളൊന്നും ഇവിടെ ജീവിച്ചും വളർന്നും ഇതുവരെയുള്ള സദാചാരം ഞങ്ങളൊക്കെ അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. സീമ ടീച്ചർ പറഞ്ഞു അബ്ദുള്ളയുടെ യാഥാസ്ഥികമായ മനസ്സറിഞ്ഞത്. ഞാൻ പറയുന്നത് MA ബേബിയെ കുറിച്ച് എന്തുകൊണ്ട് സീമ പറയുന്നില്ല? ഞാൻ ആദ്യം തന്നെ ഉദ്ധരിച്ചല്ലോ MA ബേബിയുടെ ഇന്നത്തെ ഫേസ്ബുക്കിലുള്ളത്. ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. പറയാതെ ഓബ്ദയുടെ അടഞ്ഞ മനസ്സിനെ പറ്റി പറയുന്നത് എന്താ? ഇവിടെ ഞാൻ നേരത്തെ ചില കാര്യങ്ങൾ ചോദിച്ചു. ഇവിടെ ബസ്സിൽ ഒന്നിച്ചിരിക്കുന്നില്ല, മറുപടി പറയും. ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒന്നിച്ചിരിക്കുന്നില്ല. ഇവിടുത്തെ ടോയ്ലറ്റുകൾ എന്താണ്? ആണിനും പെണ്ണും തിന്ന ഭക്ഷണം ഒന്നാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഒന്നായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. ആ ഔട്ട്പുട്ട് എന്തിന് വെവ്വേറെ നിക്ഷേപിക്കണം? എന്തിനാണ് ഹോട്ടലുകളിൽ സ്ത്രീകൾക്ക് മാത്രമായി കൈ കഴുകാൻ സ്ഥലം? എവിടെയാണ് എല്ലാത്തിലും ഫാറൂഖ് ഹോട്ടലിൽ ഒന്നിച്ച് വെഞ്ചിടണം എന്ന് എന്താ നിർബന്ധം? മറ്റൊരു കാര്യം, സ്ത്രീയും പുരുഷനും തമ്മിൽ ഒന്നിച്ചിരുന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഈ സംഭവിച്ചിടത്തോളം എന്താ? സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നതിന് പേരിലാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതായ ഗൈഡ് ആ പറയുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചത്, ആ പെൺകുട്ടി മരിക്കാനിടയായതും ഇതുപോലത്തെ എത്ര സംഭവങ്ങളുണ്ട്. തീരെ പരിചയമില്ലാത്ത ആളുകൾ ഡൽഹിയിൽ ചെയ്തതുപോലെ തന്നെ ബലാത്സംഗങ്ങൾ മാത്രമല്ലല്ലോ ഇവിടെ ചെയ്യുന്നത്. പെൺകുട്ടികൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് സ്വന്തം ആൾക്കാരാലും ബന്ധുക്കളാലും സഹപ്രവർത്തകന്മാരും പ്രൊഫസർമാരും അധ്യാപകന്മാരുമാണ്. വളരെ വിചിത്രമായ പക്ഷേ താങ്കളോടുള്ള കാഴ്ചപ്പാടുകൾ ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് താങ്കൾ പോകുന്നു എന്നൊരു തോന്നൽ സ്വാഭാവികമായും ഉയരുന്നു. ഞാൻ സീമ ടീച്ചറിലേക്ക് ഞാൻ മടങ്ങിയെത്താം. കാരണം ദിനു എന്താണ് ഒരു പക്ഷേ ഇപ്പോഴും വ്യക്തത കൈവരുന്നില്ല. കോളേജിൽ നിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, അരാജകത്വം എന്നൊക്കെ ഒരു പക്ഷേ ആ പേരിലാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അതിന്റെ വളരെ മൂർധന്യാവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പ്രകടമാക്കാൻ കഴിയുന്ന ഭാഷയിൽ വളരെ ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങളെ.
വളരെ വ്യക്തമായിക്കൊണ്ട് ഞാൻ ഉന്നയിച്ച ലിംഗവിവേചനം എന്നൊരു വിഷയത്തെ വർഗീയവൽക്കരിക്കാനാണ് മാനേജ്മെന്റ് ശ്രമിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഞങ്ങൾ ഈ പ്രശ്നം പറഞ്ഞ പെൺകുട്ടികളോട് വളരെ മോശമായ രീതിയിലാണ് മാനേജ്മെന്റ് ബിഹേവ് ചെയ്തത്. 2 ആൺകുട്ടികളുടെ നടുവിൽ തൊട്ടുരുമി സുഖിക്കാനാണോ നിങ്ങൾ വരുന്നത് എന്ന തരത്തിൽ ചോദ്യങ്ങളുണ്ടായി. കൂടാതെ തന്നെ പ്രിൻസിപ്പൽ പരസ്യമായി അനൗൺസ് ചെയ്യിപ്പിക്കുകയാണ്, വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി കൂട്ടായ്മയിലൂടെ നിൽക്കണം, കോളേജിനെതിരെ എന്തോ വലിയ ഉൽക്ക വരുന്നുണ്ടെന്ന്. ഈ സമത്വത്തെ ആരാണ് പേടിക്കുന്നത്? ലിംഗസമത്വത്തെ ആരാണ് പേടിക്കുന്നത്? രണ്ടാമതായിട്ട് കുട്ടികളെ ഇറക്കി വിട്ടുകൊണ്ട് സമരം ചെയ്ത SFI പ്രവർത്തകരെ അടിക്കുകയാണ് ഉണ്ടായത്. ഒരു മാധ്യമ പ്രവർത്തകനും അവിടെ വെച്ചിട്ട് അപകടം പറ്റുകയുണ്ടായി. കൂടാതെ തുടർന്നുള്ള ദിവസങ്ങളിൽ ചില പ്രത്യേക പത്രങ്ങളിൽ എന്റെ പേര് ഉപയോഗിച്ച്, ഒരു വിദ്യാർത്ഥിയോട് കാട്ടുന്ന നെറുകേടാണ്, എന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യക്തമായിക്കൊണ്ട് എനിക്ക് വല്ല ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന രീതിയിലാണ് അവർ ചിത്രീകരിച്ചത്. തീർച്ചയായും RSS പോലുള്ള വർഗീയ സംഘടനകൾ അവരെ എതിർക്കുമ്പോൾ കാണിക്കുന്ന അതേ അസഹിഷ്ണുതയാണ് ഇവിടെ ഒരു മാനേജ്മെന്റ് ഫാസിസ്റ്റ് മുഖമൂടി അണിയുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനവൽകൃതമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് കാണിക്കുന്നത്. ഓട്ടോണമസ് എന്ന് പറയുന്നതിന് കാണിച്ചു കൂട്ടുന്ന അസഹിഷ്ണുതയെ വിദ്യാർത്ഥി സമൂഹം എതിർക്കുമെന്ന് തീർച്ചയാണ്. ശ്രീ O അബ്ദുള്ള പറഞ്ഞതിനോട് ഒരു മറുപടി കൂടെ ഉണ്ട് എനിക്ക്. ഡിസ്ക്രിമിനേഷൻ, റിസർവേഷൻ രണ്ടും രണ്ടാണെന്ന ബോധം നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. ജെൻഡറും സെക്സും ഇവിടെ ഒന്നല്ല. സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്. നിർഭയ കേസിന് ശേഷം നടത്തിയ സ്റ്റഡി എന്താണ് തെളിയിക്കുന്നത്? ഏറ്റവും അധികം എഡ്യൂക്കേഷൻ മിക്സ് ചെയ്തുകൊണ്ട് പഠിക്കാൻ അവസരം ലഭിച്ചിടത്താണ് റേപ്പ് അടക്കമുള്ള സാധ്യതകൾ കുറയുന്നത്. ഒരുപക്ഷെ ആ കേസിൽ പ്രതിയായിട്ടുള്ള ആളുകൾ പറഞ്ഞത് ഇതിനെല്ലാം ഉത്തരവാദി പെണ്ണുങ്ങളാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഇടപെടരുത്, രാത്രി പുറത്തു വിടരുത്, ഒന്നിച്ചിരിക്കാൻ സമ്മതിക്കരുത്, അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ റേപ്പ് ചെയ്തത്. റേപ്പിസ്റ്റിന്റെ മനോഭാവമല്ല ഇപ്പം ഇവരടക്കമുള്ള വളരെ സുപ്രധാനമായ ചോദ്യം വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് വേണ്ടി ശ്രീ O അബ്ദുള്ള താങ്കൾ കേൾക്കണം. അടച്ചുമൂടപ്പെട്ട കാര്യങ്ങളെ അറിയാനുള്ള വ്യഗ്രത സ്വാഭാവികമായും കാണിക്കും. അതല്ലേ ലിംഗസമത്വം എന്ന ആ ഒരു വാചകത്തെ പോലും നിങ്ങൾ കെട്ടിയിടുന്നത്? അതിന് പിന്നിലുള്ള ഗൂഢലക്ഷ്യം. ശ്രീ ടി എൻ സീമ ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചില ഘടകങ്ങൾ. ഒരുപക്ഷെ ദിനു ആവർത്തിക്കുന്നതും അതാണ്. കാര്യങ്ങളെ മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിച്ച് വിടുന്നു. അതിനൊരു പക്ഷേ ഈ നമ്മൾ ഏറെ ആദരിക്കുന്ന O അബ്ദുള്ളയെ പോലെയുള്ളവരുടെ ആളുകളുടെ വാചകങ്ങൾ കൂടി ആ അർത്ഥത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. കാരണം ഈ പറയുന്ന റേപ്പടക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ മാത്രവുമല്ല, ഈ വിദ്യാർത്ഥിനികൾ ഒരുപക്ഷെ പറയാൻ പഠിക്കുന്ന ജീവപരമായ കാര്യങ്ങളെ പോലും ഒരുപക്ഷെ അടുത്തിരുന്നാൽ അത് വല്ലാത്തൊരു രീതിയിലേക്ക് മാനമിടിഞ്ഞു വീഴുന്ന തരത്തിലേക്കൊക്കെ പോകുമെന്ന ആ ഒരു കാഴ്ചപ്പാടിന് മറുപടി, വ്യക്തമായ മറുപടി. തികഞ്ഞ ബാലിശവും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ശ്രീ O അബ്ദുള്ള പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുമ്പോൾ തന്നെ ഒരു സാമാന്യ ബോധമുള്ള ഒരാൾക്കും ഇതുപോലത്തെ യുക്തി പറയാൻ സാധിക്കില്ല. ഇത് കേൾക്കുന്ന ആളുകളെല്ലാം വിചാരിച്ചു ഇതെന്താ അദ്ദേഹം പറയുന്നതെന്ന്. അദ്ദേഹം പറയുന്നത് വീട്ടിലുള്ള ആളുകളാണ് പീഡിപ്പിക്കുന്നത്, സാറുമാരാണ് പീഡിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്ത്രീകളെ സംരക്ഷിക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹം ചോദിച്ചൊരു വിചിത്രമായ കാര്യം കണ്ടു. സ്ത്രീകൾക്ക്, ഇപ്പൊ ദിനു അത് സൂചിപ്പിച്ചു, സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്നില്ലേ ബസ്സിൽ, സ്ത്രീകൾക്ക് വേറെ മൂത്രപ്പുര കൊടുക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. സ്ത്രീകൾക്ക് സംവരണം ഉണ്ട്, ആ സീറ്റിൽ സ്ത്രീകൾ തന്നെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബാക്കി സീറ്റിൽ സ്ത്രീകൾ ഇരിക്കാൻ പാടില്ലെന്നല്ല. അത് വാസ്തവത്തിൽ കേരളത്തിലാണ് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരിക്കാത്തത്. മറ്റേത് സംസ്ഥാനത്ത് പോയാലും ബസ്സിലും ട്രെയിനിലും ഒക്കെ തന്നെ അങ്ങനെ ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ട്രെയിനിൽ കേരളത്തിലും ഇരിക്കാറുണ്ട്. അപ്പൊ ഇത് സ്ത്രീയും പുരുഷനും ഇരിക്കാറുണ്ട് ബസ്. അപ്പൊ നേരത്തെ അല്ല, ഇപ്പൊ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഈ റിസർവേഷൻ ദിനു പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം കാണിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് ഫറൂഖ് കോളേജിന് ദിനു പറഞ്ഞു വലിയ അപകടം വരാൻ പോകുന്നു, അതിനെ വർഗീയവൽക്കരിക്കുന്നു. ശ്രീ O അബ്ദുള്ള പോലുള്ള ആളുകൾ, ഈ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ക്രെഡിബിലിറ്റി അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ഒരു വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാമ്പസ് ഒരു ഗേൾ ഫ്രണ്ട്ലി ആകണം എന്നുള്ള എത്ര കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നല്ല ആരോഗ്യകരമായ ഒരു ആൺപെൺ ബന്ധമാണ് ക്യാമ്പസിൽ ഉണ്ടാകേണ്ടത്. ഇത് മൂടി പൊതിഞ്ഞ് വെച്ചതുകൊണ്ട് ഒരിക്കലും ആണും പെണ്ണും തമ്മിലുള്ള എന്താണ് ഒരു നേരത്തെ സൂചിപ്പിച്ചു കൗതുക വസ്തു എന്തോ അറിയാനുള്ള ഒരു ആഗ്രഹം, അത്തരത്തിലുള്ള നിഗൂഢതകളെ സംബന്ധിച്ചിട്ടുള്ള അത്തരം താല്പര്യങ്ങളാണ് പലപ്പോഴും ശാരീരിക കാഴ്ചപ്പാടുകളിലേക്ക് പോകുന്ന തരത്തിലേക്ക് വേണമെങ്കിൽ ഉദാഹരിക്കാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും O അബ്ദുള്ള താങ്കൾക്ക് മറുപടി വ്യക്തമായി കാണും. സീമ ടീച്ചർ മുന്നോട്ട് വെച്ച വാദഗതികൾ, താങ്കൾ പറഞ്ഞ വാദഗതികൾ പൊള്ളയാണ്. അതിലെ പിന്നിലെ ഗൂഢലക്ഷ്യം കൂടിയാണ് ഒരു പക്ഷേ സീമ ടീച്ചർ മുന്നോട്ട് വെച്ചത്. താങ്കളെ പോലെയുള്ള വ്യക്തിക്ക് മുന്നിൽ അങ്ങനെ ഒരു വാദഗതി അവർക്ക് ഉന്നയിക്കപ്പെടേണ്ടി വരുന്നതിലെ ഗതികേട് ഒരു പക്ഷേ ഞാൻ കൂടി ചൂണ്ടിക്കാട്ടും.
ശ്രീ ഒ അബ്ദുള്ള, ഇവിടെ ഒരുപക്ഷെ ക്യാമ്പസുകളിൽ കാണുന്ന തികഞ്ഞ അരാജകത്വത്തിന്റെ ചില പ്രവണതകൾ അതെന്തായാലും മറ്റ് ക്യാമ്പസുകളിൽ കൂടി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ചൂണ്ടിക്കാണിച്ചപ്പെട്ടത്. ചർച്ചയിൽ ഉയർന്നു വന്ന പൊതുവെ ഒരു വികാരം. താങ്കൾ പോലും ചില വസ്തുതകളെ, സ്പഷ്ടമായ വസ്തുതകളെ കാണാതെ പോയി കാടടച്ച് സംസാരിക്കുന്നുവോ എന്ന തോന്നൽ സ്വാഭാവികമായും ഉയരുന്നു. ഫറൂഖ് കോളേജിലെ സംഭവം നമുക്ക് ഏറ്റവും മുന്നിൽ നിർത്തിയുള്ള ചർച്ചകളാണല്ലോ. ആ അർത്ഥത്തിൽ താങ്കൾക്ക് പോലും ഒരു ഗൂഢമായ ലക്ഷ്യമുണ്ടെന്ന് TN സീമ MBA പോലെയുള്ളവർക്ക് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ? എനിക്ക് ഗൂഢമായ ലക്ഷ്യമല്ല, തുറന്ന ലക്ഷ്യമാണ്. ഇത്തരത്തിലുള്ളതായ വിഡ്ഢിത്തങ്ങൾ, പൊള്ളത്തരങ്ങൾ പറയുമ്പോൾ അതിനെ മിസൈൽ ഉപയോഗിച്ച് തകർക്കുക എന്നാണ്. ഇതിനപ്പുറം യാതൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞതെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. സീമ ടീച്ചർ പത്രം വായിക്കാറുണ്ടെങ്കിൽ മെനിയാന്ന് എനിക്ക് പത്രത്തിൽ ഒരു ജോലിയുണ്ട്, ഒരു ചാനൽ, അത് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസത്തെയും പത്രങ്ങൾ അവലോകനം ചെയ്യില്ല. അതിൽ മെനിയാന്ന് ഞാൻ അവലോകനം ചെയ്ത ഒരു വാർത്തയാണ് പെൺകുട്ടികൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് അവരുടെ വീടുകൾ വെച്ചും അവരുടെ കുടുംബക്കാരായാലും അവരുടെ അധ്യാപകന്മാരായാലുമാണ്. കേരളത്തിലെ ഒരു വർഷത്തെ പത്രം എടുത്ത് നോക്കിയാൽ 10, 30, 35, 60 വരെയുള്ള പെൺകുട്ടികൾ ഒരു അധ്യാപകനാൽ, മദ്രസ അധ്യാപകന്മാരടക്കമുള്ളവർ, മതം പഠിപ്പിക്കുന്ന അധ്യാപകന്മാരടക്കമുള്ളവർ നിരന്തരമായി പെൺകുട്ടികളെ അതിനൊക്കെ കാരണമാണോ ഈ രണ്ട് ചേർന്നിരിക്കുന്ന അടുത്തിരിക്കുന്നത് കൊണ്ടാണോ കാരണം കൂടിച്ചേരാൻ? പറയട്ടെ, അല്ലല്ല, ഞാൻ പറയുന്നത് ചേർന്നിരിക്കുക താൽക്കാലികമായിട്ട് ഒരാണും ഒരു പെണ്ണും ചേർന്നല്ല, അതിനേക്കാൾ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഇരുന്നാൽ എന്തെങ്കിലും സംഭവിച്ചോളൂന്നല്ലോ. അങ്ങനെ ഒന്നായിട്ട് താങ്കൾ ഇടപെടണ്ട. ഞാൻ പറയുന്നത് പീഡിപ്പിക്കുക എന്നത് അടുത്ത് ഇടപഴകുന്നവരിൽ നിന്നാണ് കൂടുതൽ സംഭവിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ രീതി ഇവിടെ പറഞ്ഞത് ലിംഗഭേദം, ലിംഗസമത്വം, ഒരു ക്ലാസ് റൂമിൽ 2 ബെഞ്ചിൽ ഇരുന്നതിൻ്റെ പേരിൽ ലിംഗസമത്വം ഇല്ലാതാവുമോ? ഒരേ ക്ലാസ്സിൽ ഒരേ അധ്യാപകൻ്റെ വിദ്യാർത്ഥികളായിക്കൊണ്ട് ഒരു ബെഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നാൽ അതിന് മാറിയിരുന്നില്ലൊക്കെ എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തീരും. രണ്ടാമത്, ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിക്കാത്തതിൻ്റെ പേരിൽ കുട്ടികളുടെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടോ ഞാൻ ചോദിച്ചു. മറ്റേ സീമ ടീച്ചർ പറഞ്ഞത് ബസ്സിൽ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ഒന്നിച്ചിരിക്കുന്നുണ്ട്. അന്യ സംസ്ഥാന കോളേജിൽ ഇരിക്കുന്നുണ്ടാവും, ഞാൻ അത്തരത്തിലുള്ള വിദേശത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിലാണ് ഫാറൂഖ് കോളേജ്, അത് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ആ വാദഗതിയിൽ ഇരട്ടത്താപ്പുണ്ട്. കാരണം അതിന്റെ പിന്നിലാണ് കാര്യങ്ങൾ പറയാൻ ഒരു പക്ഷേ അദ്ദേഹം വിഷമിക്കുന്നുണ്ട്. സൗദി അറേബ്യൻ വൽക്കരണം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സൗദി അറേബ്യയിലൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ടാക്സിയിൽ ഒരു സ്ത്രീക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, അടുത്തൊരു പുരുഷ ബന്ധു കൂടെ അല്ലെങ്കിലെന്നാ. ഞാൻ 2 കാര്യം പറയാം. കേരളത്തിന്റെ കാര്യം, തിരുവനന്തപുരത്ത് ബസ്സിന്റെ സീറ്റിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. രണ്ട് ബാലുശ്ശേരി എന്നുണ്ട്, എൻ്റെ കണ്ണാടിപ്പുറത്ത് എൻ്റെ സ്ഥലത്തേക്ക് ബാലുശ്ശേരിക്കുള്ള ജീപ്പുകളുണ്ട്. ഈ ജീപ്പിൽ ഞങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ചിരുന്നാൽ അവിടെ ഇതുവരെ ഒരു പീഡനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എന്നാൽ ഇവർ ഈ പറയുന്ന വലിയ ആണുങ്ങളും പെണ്ണുങ്ങൾ കൃത്യമായ അകലം പാലിക്കണം എന്ന് പറയുന്ന മലബാറിലെ പല മുസ്ലിം വീടുകളിലും, ഞാൻ മലബാറിൽ നിന്ന് വരുന്ന ആളാണ്, ഏറ്റവും കൂടുതൽ വീട്ടിൻ്റെ ഉള്ളിലുള്ള അടുത്ത ബന്ധുക്കളെയും കുട്ടികളെയും ആൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത് ലൈംഗിക അരാജകത്വം മലബാറിൽ ഏറ്റവും കൂടുതലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലാണ്. എന്താ നിങ്ങൾ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല? എത്ര ചർച്ചകൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പറഞ്ഞു. ഗൾഫ് ഭാര്യമാർ പീഡിപ്പിക്കപ്പെടുന്നതും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത്, ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത്, എന്താ നിങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മലബാറിൽ മുസ്ലിംസ് ഇപ്പം നേരിടുന്ന പ്രതിസന്ധി ഉണ്ട്. മുമ്പ് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ മുന്നോട്ടായിരുന്നു. ഈ ഫറൂഖ് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വന്ന് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ മുന്നോട്ട് വന്നു. സാമ്പത്തികമായി ഗൾഫ് പണമൊക്കെ വന്ന് സാമ്പത്തികം മുന്നോട്ട് വന്നു. അടുത്ത ഘട്ടത്തിൽ ഈ കമ്മ്യൂണിറ്റിയെ എങ്ങനെയാണോ രാജാറാം മോഹൻ റോയൊക്കെ ഹിന്ദു കമ്മ്യൂണിറ്റിയെ, എങ്ങനെയാണോ മാർട്ടിൻ ലൂതർ എല്ലാം കൂടി ചേർന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ മോഡേണൈസ് ചെയ്തത് സാമൂഹ്യശാസ്ത്രപരമായി സാമൂഹ്യമായിട്ട്, ആ രീതിയിലുള്ള മോഡേണൈസേഷൻ വന്നിട്ടില്ല. ഇന്ന് സ്ത്രീകളെ മാറ്റി നിർത്തുക, ഇന്ന് സാമൂഹ്യമായ കാര്യങ്ങൾ സെക്യുലറിസം പോലെ പറഞ്ഞ ഘടകങ്ങളെ, കാരണം നമ്മളത് അത്രമാത്രം തള്ളിക്കളയേണ്ട വിഷയമാണോ? അദ്ദേഹം പറഞ്ഞ ഒരുപക്ഷെ ഈ അടുപ്പം എന്ന മദ്രസകൾ പോലും അദ്ദേഹം ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞ വാദഗതി എന്താ തള്ളിക്കൂടാത്ത? അല്ല, എന്താണ് പറയുന്നത്? നിങ്ങൾ വിവരക്കേട് പറയുന്നത്. നിങ്ങൾ ആ കാലഘട്ടം നിങ്ങൾ വായിക്കുന്നുണ്ട്. പക്ഷേ ആധുനിക കാലഘട്ടത്തിന്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഈ മതത്തെ പുതിയ കാലഘട്ടത്തിൽ പുതിയ വ്യാഖ്യാനങ്ങൾ നിങ്ങളെപ്പോലുള്ളവർ ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇറങ്ങിയില്ല. ഇന്ന് നിങ്ങൾ ആ ഫ്യൂഡൽ സിസ്റ്റം സ്ത്രീകളെ അടിച്ചമർത്തുക, MBBS കൊടുത്തിട്ട് MBBS 4ാമത്തെ സംശയത്തിൽ കല്യാണം കഴിച്ച് ഗൾഫിലേക്ക് വന്നയക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ സ്ത്രീ വിമോചനം. അയാൾ കമ്പ്യൂട്ടർ മദ്രസ കൊണ്ടുവച്ചോട്ട് സ്ത്രീ വിമോചനം അല്ലെങ്കിൽ സൊസൈറ്റി ആധുനികവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നില്ല. നിങ്ങളുടെ ഈ പരാജയത്തിൽ നിന്നാണ് ഭീകരവാദികളും അതുപോലെ തന്നെ വർഗീയവാദികളും മുമ്പില്ലാത്ത വിധം ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി കേരളത്തിൽ ഉൾപ്പെടെ വരുന്നത്. ഈ സമൂഹത്തെ സാമൂഹികമായിട്ട് മോഡേണൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾ പറ്റുന്നില്ല. നിങ്ങളെപ്പോലുള്ള ആളുകൾ അടച്ചിട്ടാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഫറൂഖ് കോളേജ്. ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, ഫറൂഖ് കോളേജിൽ മുബാറക് പാഷ എന്ന് പറയുന്ന പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അന്ന് സംസാരിച്ചിരുന്നു. അദ്ദേഹം പക്ഷേ
അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഏറ്റവും നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, കാര്യങ്ങൾ മാറ്റണമെന്ന് ഉദ്ദേശിക്കുന്ന ഫറൂഖ് കോളേജിനെ ഒരുപാട് ഉയർത്തി കൊണ്ടുപോയ ആളായിരുന്നു. അദ്ദേഹത്തിന് വന്ന ഗതികേട്. ശ്രീ ഓ അബ്ദുള്ള ജൈവപരമായ കാഴ്ചപ്പാടുകളെ നിരത്തിയാണ് എന്തായാലും ഫക്രുദ്ദീൻ അലി പറഞ്ഞത്. മലബാറിന്റെ പൊതു സ്വഭാവമൊക്കെ തന്നെ പഠിച്ച വ്യക്തിയാണ്. ഒരുപക്ഷെ അവിടെ നിന്നും വരുന്ന ആള്, അവിടെ നിന്നും ഉൽപ്പത്തി അവിടെ നിന്നുള്ള ആള് എന്നുള്ള രീതിയിലൊക്കെ തന്നെ എന്തായാലും പ്രായോഗിക തലത്തിലുള്ള കുറച്ച് ബെനിഫിറ്റ് അദ്ദേഹത്തിന് കൊടുത്തുകൂടെ വാദഗതികൾക്ക്? ഞാൻ മലബാറിനല്ലേ, ഈ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് ഒരു 50 കൊല്ലം മുമ്പ് ജനിച്ചതല്ലേ, ഞാൻ മലബാറിലല്ലേ. എന്താ അദ്ദേഹത്തിന് മാത്രമേ ആനുകൂല്യം? രണ്ട് അത്തരത്തിലുള്ള വല്ല കണക്കെടുത്തിട്ടുണ്ടോ? ഏത് സമുദായത്തിനിടയിലാണ് കൂടുതൽ ഇത്തരത്തിലുള്ളത് ലൈംഗികമായ? ഇദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, മേനകാ ഗാന്ധിനോട് എനിക്ക് വീണ്ടും ബഹുമാനം തോന്നുന്നു അദ്ദേഹത്തിന് കാണുമ്പോ. അതുകൊണ്ട് ഈ കക്ഷി പറയുന്നത് എന്താ? ഇദ്ദേഹം പറയുന്നത് മലബാറിൽ മാത്രമായിക്കൊണ്ട് ഇവിടെ എന്താ താലിബാനി, എന്തിന് ഇസ്ലാം, എന്താണ് ഇയാൾ പറയുന്ന അർത്ഥം? ഇയാൾ എന്തിന് ചൂടാകുക? ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോ അതിന്റെ സാമാന്യ മര്യാദ അയാൾ ആ കൈ അവിടുന്ന് ഇതാക്കുന്നുണ്ട്, ഞാൻ പേടിക്കുവോ? എന്തിനാ അയാൾ ഇങ്ങനെ ബഹളം കൂട്ടുന്നത്? ഇയാളോ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ഇയാൾ എന്തിന് ചൂടാകുന്നത്? കാര്യം പറയാൻ കഴിയെങ്കിൽ അത് മാത്രമാണ്. വെറുതെ ചാടുക. ചങ്ങല അയാളെ കാലിൽ ചങ്ങലുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒന്നും ശ്രദ്ധിക്കാം. ഇദ്ദേഹത്തിന്റെ കാലിൽ ചങ്ങലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എന്തിനാണ് അങ്ങനെ ചാടുന്നത്? ഞാൻ പറയുന്നത് മലബാറുകാരനാണ് അയാളെങ്കിൽ ഞാനും മലബാറുകാരനാണ്. ഈ മലബാറുകാരനായ അദ്ദേഹത്തിന്റെ മാതിരി അദ്ദേഹത്തെക്കാൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ ചാടുന്നത്? പറയുന്നത് കേൾക്ക്, പറയുന്നത് അങ്ങോട്ട് കേൾക്ക് മര്യാദക്ക് കിട്ടുന്ന അവസരത്തിൽ. ഇത്തരത്തിലുള്ള ലൈംഗികതയെ പറ്റിയുള്ള ഒരു അവലോകനം നടന്നിട്ടില്ല. രണ്ട്, ഒരു പ്രത്യേക സമുദായത്തിന് ബാധകമായിക്കൊണ്ട് അവരിൽ കൂടുതൽ ഇത്തരത്തിലുള്ള അരാജകത്വം എന്നുള്ള തെളിവില്ല. മൂന്ന്, ഗൾഫ് പണം. ഇയാൾ അനങ്ങിയാൽ പറയും ഗൾഫ് പണം. ഞാൻ പല ചർച്ചയിലും കണ്ടു. ഗൾഫ് പണം കൊണ്ടല്ലേ ഈ കേരളം ഈ രീതിയിൽ സമ്പന്നമായത്? ഗൾഫ് പണം ഉള്ളത് കൊണ്ടാണ് സ്വാശ്രയ കോളേജ് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായത്. മുസ്ലിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജുകൾ അനുവദിക്കാതിരിക്കുമ്പോൾ അവരുടെ കാശ് എടുത്തുകൊണ്ട് ഗൾഫിൽ നിന്നുള്ളതായ വളരെ പാവപ്പെട്ട ആൾക്കാർ പണം ശേഖരിച്ച് ഇവിടെ കോളേജുകൾ ഉണ്ടായത് കൊണ്ടാണല്ലോ ഈ പെൺകുട്ടികൾ ഇത്ര വലിയ തോതിൽ പക്ഷേ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഗൾഫ് മലയാളികളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആളാണ്. അവരാണ് കേരളത്തെ മാറ്റി പറഞ്ഞത്. പക്ഷേ ഗൾഫ് ഉണ്ടാക്കിയ ഒരു സൈഡ് എഫക്റ്റിനെ പറ്റിയും അതിനെ അഡ്രസ് ചെയ്തവരൊക്കെ പരാജയപ്പെട്ടതിനെ പറ്റിയാണ് ചർച്ച സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓ അബ്ദുള്ള മുന്നോട്ട് വെക്കുന്ന വാദഗതികളാണ് എന്തായാലും ചർച്ചയിൽ മേലാണ് ഒരു പക്ഷേ അവിടെ ഫക്രുദ്ദീൻ വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ അതിനെ ഖണ്ഡിച്ചത്. പക്ഷേ നമ്മുടെ വസ്തുത എന്താണ്? ഇവിടെ ഒരു ക്യാമ്പസ് അരാജകത്വത്തിൻ്റെ പടിവാതിലും കടന്ന് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ സീമയും ലംഘിച്ച് മുന്നോട്ട് പോകുന്നു. അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യമല്ലേ? എത്രത്തോളം ഗുരുതരമാണ്? സദാചാര പോലീസിനെ എതിരെ വലിയ വെമ്പൽ കൊണ്ട് വലിയ ഔന്നത്യത്തിലുള്ള ചർച്ചകളൊക്കെ നയിക്കുന്ന കേരളത്തിൽ ശരിക്കും സദാചാര പോലീസ് ആരാണ്? ഇത് യഥാർത്ഥത്തിൽ ഈ നേരത്തെ ദിനു വളരെ ആധികാരികമായി സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഈ ദിനുവിൻ്റെ ചർച്ച ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ഈ കേരളത്തിൽ ഈ സംഭവത്തെ എന്തിനാണ് ഇങ്ങനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഈ വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള വർത്തമാനത്തെ ഈ ഹിന്ദു മുസ്ലിം വിഷയമായിട്ടല്ല ഇതിനെടുക്കേണ്ടത്. ഇത് തെറ്റാര് പറഞ്ഞാലും അത് തെറ്റെന്ന് സമ്മതിക്കാൻ തയ്യാറാക്കണം. ഇന്ന് കേരളത്തിൻ്റെ മന്ത്രി കൂടി അത് പറഞ്ഞു. അതാണ് കേരളത്തിൻ്റെ ദൗർഭാഗ്യകരമായ സംഭവം. കുറേ നേരമായിട്ട് ശ്രീ ഒ അബ്ദുള്ള MA ബേബിയെ ഉദ്ധരിക്കുന്നുണ്ട്. MA ബേബി ഇന്ന് നെല്ല് എന്ന് പറയുന്ന ഓൺലൈൻ മാസികയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൊന്നുമില്ല. അത് ഇപ്രകാരമാണ്. ശ്രീ ഒ അബ്ദുള്ള സുഹൃത്ത് പറഞ്ഞത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഫറൂഖ് കോളേജ് ഒരു മതപഠന സ്ഥാപനമല്ല, പൊതുവിദ്യാലയമാണ്. അതിനെ ഒരു ആധുനിക പൊതുവിദ്യാലയമായി നടത്തിക്കുന്നതിനാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ക്ഷേമമാവുക. മദ്രസ അവർക്ക് വേറെ നടത്താമല്ലോ. ഇപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം അറിയാത്ത വിധം ഇവിടെ വന്നിരുന്ന് പറഞ്ഞത് ഒട്ടും ശരിയായില്ല. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ മുഴുവൻ വായിക്കണം. വായിക്കാം. താങ്കൾ തെറ്റിദ്ധരിപ്പിക്കാം. കംപ്ലീറ്റ് വായിക്കും. പ്ലീസ് റീഡ് ഇറ്റ്. പറയാൻ പറ്റുള്ളൂ. ഫറൂഖ് കോളേജ് മുഴുവൻ താങ്കൾക്ക് ഒരു പക്ഷേ വിയോജിപ്പായി താങ്കൾക്ക് ശ്രീ ഒ അബ്ദുള്ള വാദഗതി താങ്കളുടെ കൈവശമുള്ള വാദഗതിയെ മുന്നോട്ട് വയ്ക്കാം. അതിനുള്ള മറുപടിയല്ലേ പറയുന്നത്? സമയത്തിന്റെ വസ്തുത MA ബേബി എഴുതിയത് മുഴുവൻ അദ്ദേഹം വായിക്കുന്നില്ല.
ആമുഖം മാത്രം വായിക്കുന്നത്. അങ്ങ് നിർത്തിയാലല്ലേ വായിക്കാൻ പറ്റൂ. വായിക്കട്ടെ. MA ബേബി ഇത് സംബന്ധമായി എനിക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റിൽ. അത് പറയട്ടെ. ഫറൂഖ് കോളേജിലെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അഭിപ്രായമില്ല എന്ന്. ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. ശ്രീ ഒ അബ്ദുള്ള, ഇത് മൊത്തം വായിക്കാം. ഇത് മൊത്തം വായിക്കല്ല, ഈ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവിടെ മൊബൈൽ ഫോണിൽ വായിക്കാം. ഞാൻ എന്തെങ്കിലും താങ്കളുടെ വീണ്ടും വീണ്ടും പറയുന്നത് ശരിയാ. ദയവായി താങ്കൾ എന്തായാലും വായിക്കും. പ്രധാന ഭാഗങ്ങൾ അദ്ദേഹം റഹീം, എന്തായാലും നമുക്ക് സമയക്കുറവുണ്ട്, അതുകൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ട് MA ബേബിയുടെ ലേഖനമാണല്ലോ അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ഒരു വാദഗതി, അതിന്റെ രത്നച്ചുരുക്കം. ഇത് വളരെ കൃത്യമാണ്. ഫറൂഖ് കോളേജ് ഒരു മതപഠന സ്ഥാപനമല്ല, പൊതുവിദ്യാലയമാണ്. അതിനെ ഒരു ആധുനിക പൊതുവിദ്യാലയമായി നടത്തുന്നതാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ക്ഷേമകരമാവുക. മദ്രസ അവർക്ക് വേറെ നടത്താമല്ലോ. ഒരു ആധുനിക പുരോഗമന സമൂഹമായി മാറാൻ വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് വക്കം മൗലവിയും അബ്ദുറഹ്മാൻ സാഹിബും വൈക്കം മുഹമ്മദ് ബഷീറും എല്ലാം കാട്ടിക്കൊടുത്ത മാതൃകയാണ് ഉത്തമ. ഈ നിലയിലാണ് പോകുന്നത്. ഒരു ലെൻസി ആർട്ടിക്കിളാണത്. നെല്ലെന്ന് പറയുന്ന ഒരു മാസികയിൽ, ഒരു ഓൺലൈൻ മാസികയിൽ അദ്ദേഹം എഴുതിയ ആർട്ടിക്കിളാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനിതിനെ കാണുന്നത് കേരളത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കമാക്കി, ഇതിനെ വർഗീയമായ വേർതിരിവിലേക്ക് പോകരുത്. ഇവിടെ പ്രശ്നം ഞാൻ പറയട്ടെ ശ്രീ പ്രതീഷ്, ഇവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു SFI യോ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോ ഈ പറയുന്ന താങ്കൾ പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത്, MA ബേബിയുടെ തുടക്കം ആ രീതിയിലാണെങ്കിൽ പോലും അത് അവസാനിക്കുന്നത് എനിക്ക് ഇതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത് മുഴുവൻ വായിക്കണം ഞാൻ ഇൻസിസ്റ്റ് ചെയ്യാനുള്ള കാരണം. അദ്ദേഹത്തിന് അഭിപ്രായമില്ല. 2, ഞാനിവിടെ ഉന്നയിച്ചതായ ചോദ്യങ്ങൾ, 1, ഒരു ബെഞ്ചിൽ മാത്രം ഇരുന്നാൽ മാത്രമേ ലിംഗസമത്വം വരികയുള്ളൂ എന്നുണ്ടോ? 2, ഒരേ ക്ലാസ്സിൽ 2 ബെഞ്ചിലിരുന്നു എന്നതുകൊണ്ട് അങ്ങനെയെങ്കിൽ ആൺകുട്ടികൾ അങ്ങനെ മാറിയിരിക്കുന്നില്ലേ? അപ്പോൾ ലിംഗസമത്വത്തിന് വേണ്ടി ഒരേ ബെഞ്ചിൽ ഇരിക്കണം എന്നത് അതിര് കവിഞ്ഞതായ വാദമാണ്, അത് ശരിയല്ല. 3, ഈ ഒരു കോളേജിൽ മാത്രമല്ല കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ അടക്കമുള്ള വളരെ കോളേജുകളിലും ഇതേ രീതിയിലാണ് ഇരിക്കുന്നത്. 4, ബസ്സുകളിൽ പോലും നമ്മൾ ഇത്തരത്തിലുള്ള കേരളത്തിൽ പുറത്തുള്ള ഞാൻ പോയില്ല, അതുകൊണ്ട് വന്നിട്ടില്ല. അബ്ദുള്ള, തീർച്ചയായും എനിക്ക് അതിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് അത്രയും സമയം ലാഗ് ചെയ്യുന്നതുകൊണ്ട് മാത്രം അതിന്റെ വരികൾ വായിക്കാനുള്ള ആ ഒരു സമയമില്ല. ശ്രീ പത്മകുമാർ, വസ്തുത എന്താണ്? കാരണം അദ്ദേഹം അബ്ദുള്ള നേരത്തെ ചൂണ്ടിക്കാട്ടി അവിടെ നാടകത്തിനൊന്നും നിയന്ത്രണമില്ല. എന്താണ് വസ്തുത ശരിക്കും? അല്ല, ഈ അദ്ദേഹം മനസ്സിലാക്കാത്തതുകൊണ്ട് ഫറൂഖ് കോളേജിൽ നിന്ന് കുറേ കാലങ്ങളായിട്ട് കോളേജ് തലത്തിൽ നടക്കുന്ന നാടക മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? അവിടെ സ്ത്രീ കഥാപാത്രങ്ങൾ പെൺകുട്ടികൾ തന്നെ അവതരിപ്പിക്കണം. അങ്ങനെ അവതരിപ്പിക്കാനുള്ള അനുവാദം ഫറൂഖ് കോളേജിൽ ഇല്ല. അതും തിരക്കി നോക്കണം. അപ്പം ഇത് പുരോഗമനപരമാണോ അതോ നമ്മൾ പുറകിലോട്ട് വലിക്കുകയാണോ എന്ന് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം. 2, സ്ത്രീകളും പുരുഷന്മാരും അടുത്ത് ഇടപെടൽ അപകടമാണെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റുമോ? അവിടെ സെക്രട്ടറിയേറ്റ് MD-യുടെ അടുത്ത് നിന്ന് PA ആയിട്ടിരിക്കേണ്ടി വരും. റിസർച്ച് സ്റ്റുഡൻസിന് ഒരു ഗൈഡ് പുരുഷനാണെങ്കിൽ അതേപോലെ ചേർന്ന് എത്രയോ കാലം അടുത്ത് ഇടപെടൽ വർക്ക് ചെയ്യേണ്ടി വരും. എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഹെഡിൻ്റെ താഴെ വർക്ക് ചെയ്യേണ്ടി വരും, സൂപ്പർവൈസർ കീഴിൽ വർക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്ര ഈ രീതിയിലേക്ക് ഞാൻ പലപ്പോഴും പ്രകൃതിന്റെ പല വീക്ഷണങ്ങളോട് എതിർക്കുകയാണെങ്കിലും ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ ഒരു പ്രത്യേക സമൂഹം ഇന്ന് പൊതുമണ്ഡലത്തിൽ നിന്ന് പുറകിലോട്ട് പോകുന്നു. കലാരംഗത്ത് പണ്ട് ഒരു പ്രത്യേക സമൂഹം, ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു, സ്ത്രീകൾ. ഇന്ന് കാഴ്ചപ്പാടിൻ്റെതാണ് പ്രശ്നം. ഇത്തരം ഒരു പക്ഷേ അബ്ദുള്ളയെ പോലെയുള്ളവരുടെ കാഴ്ചപ്പാടുകളാണോ ഈ പറയുന്ന പത്മകുമാർ പറഞ്ഞ വാദഗതി, അതായത് ആ സമുദായത്തെ പിന്നോട്ട് കൊണ്ടുപോയത്? ഇവരെ പോലെയുള്ള ആളുകളാണ്, എൻ്റെ വല്യാപ്പനെ പോലെയുള്ള അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകളാണ്. അവർ മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ മുസ്ലിം സമുദായം മലബാർ ഇത്രത്തോളം മുന്നോട്ട് വന്നത്. അബ്ദുള്ളനെ പോലെ ചില ആളുകൾ പ്രത്യേക ഒരു നിർണായക ഘട്ടത്തിൽ വന്നിട്ട് ഇതിന് അടുത്ത ഘട്ടത്തിലെ സാമൂഹികമായ വളർച്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് യാഥാസ്ഥികത്തിൽ തടച്ചിടായിരുന്നു. ഞാൻ ഗൾഫുകാരല്ല കുറ്റം പറഞ്ഞത്, ഗൾഫ് പണം ഇവിടെ കൊണ്ട് അതിൻ്റെ പുറത്താണ് ധാരാളിത്തവും അത് ഉപയോഗിച്ച് പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ ധാര തിരിച്ചുവിടുന്ന ഗൾഫുകാർക്ക് തന്നെ മനോവിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് സിനിമകളിലൂടെ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെ സാമൂഹ്യ ശാസ്ത്രപരമായി അപഗ്രഥിക്കുകയും സാമൂഹ്യ ശാസ്ത്രപരമായിട്ട് അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ട ബാധ്യത മത നേതാക്കന്മാർ, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കുള്ള ആളുകൾക്കുണ്ട്. ആരും ചെയ്യുന്നില്ല. ഇയാൾക്കുള്ള ആളുകൾ, അല്ലാതെ ഗൾഫ് മലയാളികൾ കേരളത്തിലെ മുസ്ലിംസിന്റെ കേരളത്തിൽ പൊതുവായിട്ട് ജീവിതം മാറ്റി വളരെ പ്രധാനപ്പെട്ട പങ്കുവച്ച വളരെ സുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന ആളുകളാണ്. അത് ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന ശ്രമിക്കേണ്ട അബ്ദുള്ള നടക്കില്ല. ഇത് ഫക്രുദ്ദീൻ അലിയ. വളരെ സുപ്രധാന നിരീക്ഷണം ശ്രീ അബ്ദുള്ള. ഞാൻ മറുപടി ചെയ്യാൻ വരാം, കാരണം ഞാൻ വരാം. പറഞ്ഞോളൂ.
ഞാൻ പറയുന്നത് ഇത് ഫക്രുദ്ദീനാണ് എന്ന് പറയുമ്പോൾ മുൻപത്തെ രാഷ്ട്രപതി അല്ലല്ലോ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറഞ്ഞ അതുകൊണ്ട് അവിടെ നിൽക്കണം. അത്രത്തോളം വേണം. മകളുടെ മോനാ, അതുകൊണ്ടൊക്കെ തന്നെ ഒപ്പിട്ടതായ ഫക്രുദ്ദീൻ ഒന്ന് ആ ഫക്രുദ്ദീൻ അലിയാണോ അല്ലേ? അതുകൊണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നതിന്റെ ഒരു 10 കൊല്ലം മുമ്പ് വന്നവരാ. അതുകൊണ്ട് ഫക്രുദ്ദീനാന്നുള്ള വാചകത്തിന് അർത്ഥം എന്താ? ഇത് ഫക്രുദ്ദീനാന്ന് പറയുന്ന അർത്ഥം എന്താ? ഈ ഫക്രുദ്ദീൻ പിന്നെ എന്നെ പോലുള്ള ആൾക്കാരാണ് വിധി സമുദായത്തെ പിറകോട്ട് വലിക്കുന്നത്. ഞാൻ എന്റെ മകനെ പഠിപ്പിച്ചവനാണ്. അറിയാം, ഫക്രുദ്ദീൻ കണ്ടത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി മാത്രം. ഫാറൂഖ് കോളേജിന്റെ കയറി ഇറങ്ങി എന്നതല്ല ഒരു ദിവസം. ഫക്രുദ്ദീനെ ഞാൻ ഫാറൂഖ് കോളേജിൽ 4 ദിവസം നിന്നെങ്കിൽ ആ ഷാപ്പ് ഇടിത്തി വീഴുമായിരുന്നു. ഇതാണ് ഈ തെറി പറയാൻ അവിടെ ചർച്ച നടത്തുന്നത്. നിങ്ങൾക്ക് പട്ടിനോട് ഇത്ര വലിയ സ്നേഹം? പട്ടി നിങ്ങളോട് ചർച്ചയുടെ അവസാന നിമിഷത്തിലേക്ക് ശ്രീ റഹീം, എന്തായാലും ഒറ്റ കാര്യം ഇക്കാര്യങ്ങൾ എന്തായാലും നമുക്ക് തിരുത്തപ്പെടലിന്റെ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് മാനേജ്മെന്റ് എടുത്ത ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഒരു തിരുത്തൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇത് തിരുത്താൻ എല്ലാവരും തയ്യാറാകണം. ഇത് 9 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. നേരത്തെ ഇവിടെ ദിനു വളരെ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായി. വിദ്യാലയങ്ങളുടെ പ്രാഥമികമായ കർത്തവ്യം വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും തടസ്സം നിൽക്കുന്ന ഒരു കാര്യത്തിലാണെങ്കിൽ അവർക്ക് ഡിസിപ്ലിനറി ആക്ഷനിലേക്ക് കടന്നു പോകാം, ഏതറ്റം വരെയും പോകാം. അവിടെയാണ് നേരത്തെ ശ്രീ അബ്ദുള്ള പറഞ്ഞ ഈ പറഞ്ഞതുപോലെ സീമയുടെ എല്ലാം കാര്യം വരുന്നത്. അവിടെയാണ് സീമ വരയ്ക്കേണ്ടത്, അല്ലാതെ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളല്ല. ഇവിടെ വരുന്നൊരു പ്രശ്നം, യാദൃച്ഛികമായി ഒരു മലയാളം ലാംഗ്വേജ് മിക്സ്ഡ് ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കാൻ വരുമ്പോൾ അവിടെ സീറ്റ് തികയുന്നില്ല. അവർ പെൺകുട്ടികളുടെ ആരെങ്കിലും ഇരുന്നു, അതിനൊരു അധ്യാപകൻ തടസ്സപ്പെടുത്തുന്നു. അത് സംബന്ധിച്ചാണ് ഇതാണ് ഇവിടുത്തെ മദർ ഇഷ്യൂ. ആ ഇഷ്യൂവിൽ ഇത്ര വലിയ വിവാദങ്ങളിലേക്കും അതിനൊരു മതപരമായൊരു ഡിഫൻസ് തീർക്കാൻ ശ്രമിക്കുന്നത് ആത്മഹത്യാപരമാണ്. അത് താങ്കളെപ്പോലുള്ളവർ ചെയ്ത് ഇതേ ഞാൻ പറയുന്നുള്ളൂ. മതപരമായ ഇത് ആ വിഷയത്തിന്റെ മെറിറ്റ് ഡിമെറിറ്റ് നോക്കണ്ടേ? കോടതി നോക്കിയതാണ്. കോടതി നോക്കിയപ്പോൾ ദിനുവിന് അനുകൂലമായി വിധി വന്നു. അതിൻ്റെ മെരിറ്റ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അധികൃതർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അധികാരം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിന് തടസ്സം ഇത് ആണും പെണ്ണും അടുത്തിട്ട് യാദൃച്ഛികമായി ഇരിക്കേണ്ടി വന്നാൽ കാതലായ ഇഷ്യൂ എന്തായാലും രജിസ്റ്റർ ചെയ്യപ്പെടണം. ശ്രീ അബ്ദുള്ള, താങ്കൾക്ക് എന്തായാലും അവസാനമായി താങ്കളുടെ മറുപടിയിലേക്ക് എത്താം. കാരണം സമഗ്രമായ ഒരു വിലയിരുത്തൽ നടന്നു, അതിന്റെ ഒരു രത്നച്ചുരുക്കം അവസാനമായി താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ അബ്ദുള്ള, അവസാനമായി എന്തായാലും ചർച്ചയിലെ ഗതി താങ്കൾക്ക് മനസ്സിലാക്കാണ്. എന്തായാലും പലതരം ചർച്ചകൾ, അഭിപ്രായങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട്, ഒരു തിരുത്തൽ എന്ന രീതിയിലെങ്കിലും കാര്യങ്ങളൊന്ന് പുനഃപരിശോധിക്കേണ്ടത് അല്ലേ? അല്ലാതെ നമ്മൾ ഈ സദാചാര പോലീസിന്റെ മറുപടിയും അബ്ദുള്ളയുടെ മറുപടിയും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകില്ലേ? അതുകൊണ്ട് തീർച്ചയായും എന്നോട് മറുപടി പറഞ്ഞതായ ആളുകൾ അവരുടെ നിലപാടുകൾ പുനഃപരിശോധിക്കണം. കാരണം അപകടകരമായ ഒരവസ്ഥയിലേക്കായിരിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും ഈ പ്രായത്തിൽ ഇടകലർന്ന് ഒരേ ബെഞ്ചിൽ ഒരേ മടിയിലൊക്കെ ഇരുന്ന് പഠിക്കണം. നാളെ അവർ ആവശ്യം ഉന്നയിക്കൽ ഞങ്ങൾക്ക് ഒരേ ഹോസ്റ്റലിൽ താമസിക്കണം, വേറിട്ട് താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് പെൺകുട്ടികൾ ഞങ്ങൾക്ക് ഭയമാകുന്നു, കള്ളന്മാർ വരും, അതുകൊണ്ട് ഞങ്ങൾക്ക് രാത്രി ഒന്ന് ചോറ് ഹോസ്റ്റലിൽ താമസിക്കണം എന്നതിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇടപെടാൻ പറ്റില്ല. എന്നോട് അവസാനം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒന്നിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ നേരത്തെ ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഇരിക്കണം. ഞാൻ പറയട്ടെ, ഞാൻ ഫക്രുദ്ദീനെ ഒന്ന് വായ പൊട്ടി വെക്കാൻ ആരെങ്കിലും അതുകൊണ്ട് നാളെ മുതൽക്ക് ഞങ്ങൾ ഹോസ്റ്റലിൽ ഒന്നിച്ച് താമസിക്കണമെന്ന് പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അധ്യാപകന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്ന ഉദാഹരണങ്ങൾ, ഗേഡിനാൽ പീഡിപ്പിക്കപ്പെട്ടതായ ഉദാഹരണങ്ങൾ, ഗേഡ് പീഡിപ്പിച്ചതിന് പേര് പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടതായ സംഭവങ്ങൾ, ഇതുപോലെയുള്ള ഫക്രുദ്ദീന്റെ കാൽമേൽ ചങ്ങല എടുത്തിട്ട് അയാളുടെ വായിലേക്ക് കെട്ടാൻ പറയണം. ഫക്രുദ്ദീന്റെ കാൽമേൽ ചങ്ങല എടുത്തിട്ട് അദ്ദേഹത്തെ വായ പൊട്ടി കെട്ടാൻ പറയും. ദയവായിട്ട് തപ്പി നോക്കിയാൽ വാലുള്ളതായ ആളുകൾ ദയവായി ചർച്ചയ്ക്ക് വിളിക്കരുത്. വാലുള്ള ആളുകളെ ദയവായി ചർച്ചയ്ക്ക് ക്ഷണിക്കരുത്. ഞാൻ കൺക്ലൂഡ് ചെയ്യാം, എന്റെ അവസരം അദ്ദേഹത്തിന് കൊടുത്തോളൂ. അപ്പൊ ഈ രീതിയിൽ നാളെ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഒന്നിച്ച് താമസിക്കണം, ഒരേ ടോയ്ലറ്റ് ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സുഹൃത്തുക്കൾ എത്തരുത്. അതുകൊണ്ട് ഒന്ന് റീതിങ്ക് ആവശ്യമാണ്. ഫാറൂഖ് കോളേജ് എന്നല്ല, കേരളത്തിലെ എല്ലാ കോളേജുകളും, പ്രൊഫഷണൽ കോളേജുകളടക്കം പെൺകുട്ടികൾ മറ്റൊരു ബെഞ്ചിലും ആൺകുട്ടികളുടെ ബെഞ്ചിലുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പ്രൊഫഷണൽ പഠനത്തിനും ഒന്നും യാതൊരു വിഘാതം സംഭവിച്ചിട്ടില്ല. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ച് അമേരിക്കയിലേക്കും മറ്റും പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അർത്ഥത്തിൽ നമ്മുടെ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിച്ച പഴയ ഒരു കാലം, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നു.
പക്ഷെ ഇപ്പോ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിന് എപ്പോഴും മോശമായ ഒരു അർത്ഥം കണ്ട് നമുക്ക് അതിന് ഇടാം. ഞങ്ങളാരും ഈ സദാചാര ബോധം വേണ്ടെന്നില്ല. സദാചാരത്തിന്റെ വേലിക്കെട്ടുകൾ തന്നെയാണ് സമൂഹത്തെ കെട്ടുറപ്പോടെ നയിക്കുന്നത്. അത് എല്ലാം ആ രീതിയിൽ മറുപടി. കാരണം കാര്യങ്ങളിലെ പോക്ക് എന്തായാലും വ്യക്തമാണ്. കാരണം അവിടെ നിന്നുള്ള അബ്ദുള്ള എന്തായാലും ഈ കാര്യങ്ങളെയൊക്കെ തന്നെ അവിടുത്തെ ഈ ഫറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിനും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം അറിയിക്കുക തന്നെ ചെയ്യും. ആ രീതിയിൽ എന്തായാലും കാര്യങ്ങൾ എന്തായാലും നല്ല രീതിക്ക് പോകാൻ ഉദ്ദേശമില്ല. അത് തന്നെയാണ് എന്തായാലും ചർച്ചയിലെ പൊതുവികാരം. അവസാനം മാനേജ്മെന്റ് എടുത്തൊരു വലിയ തെറ്റാണ്. ഒരു അധ്യാപകൻ എടുത്ത നിലപാടാണ് ആദ്യം തെറ്റിയത്. ഒരു യാദൃശ്ചികമായി ഇത് ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ആ പെൺകുട്ടികളുടെ മടിയിലിരിക്കണം ഞങ്ങൾക്കെന്ന് പറഞ്ഞ് ഒരു കുട്ടിയും സമരം ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും പെൺകുട്ടികളുടെ അടുത്ത് ഞങ്ങൾക്കിരുന്ന് പഠിച്ചേ മതിയാവുമെന്ന് പറഞ്ഞ് കേരളത്തിലൊരു ക്യാമ്പസിലും സമരം ഉയർന്നിട്ടില്ല. ഇവിടെ വന്ന വിഷയത്തിന്റെ മെറിറ്റും ഡിമെറിറ്റും കാണണ്ടേ? യാദൃച്ഛികമായി ആൺകുട്ടികളും പെൺകുട്ടികളും നിവർത്തിയില്ലാതെ ഇടകലർന്നിരിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തെ അനാവശ്യമായി ഭാഷ്യമുണ്ടാക്കി ചോദ്യം ചെയ്ത അധ്യാപകർക്കെതിരെ വിദ്യാർത്ഥികൾക്കിടയിൽ വന്ന പ്രതിഷേധമാണ്. ആ അധ്യാപകൻ കാണിച്ച തെറ്റിനെ ആദ്യം മാനേജ്മെന്റ് ന്യായീകരിച്ചു. ഇപ്പോഴോ ആ മാനേജ്മെന്റ് കാണിച്ച തെറ്റിനെ ഇവരെല്ലാവരും ചേർന്ന് ന്യായീകരിച്ച് അത് തെറ്റാണ്. ഇതിന്റെ മെറിറ്റിലേക്കും ഡിമെറിറ്റും പോകണം. ഇവിടെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസവും ഒരു ആധുനികമായ ഒറ്റ കാര്യം, ഈ മുബാറക് പാഷ സാറിനെ പോലെയുള്ള മോഡേൺ ആയിട്ടുള്ള ആളുകളെ പടിയടച്ച് പിണ്ണം വെച്ച് അവിടെ അബ്ദുള്ളനെ പോലെയുള്ള യാഥാസ്ഥികരായിട്ടുള്ള കാലഹരണപ്പെട്ട ആളുകളെ കുടിയിരുത്തുന്നതാണ് ഫറൂഖ് കോളേജ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ദയവേത് മാനേജ്മെന്റ് പുനഃപരിശോധിക്കണം. അലി ഒപ്പം തന്നെ അബ്ദുള്ള അദ്ദേഹത്തോട് മറുപടിയിലേക്ക് വരാൻ സമയമില്ല. ഒപ്പം റഹീം, ചർച്ചയിൽ പങ്കെടുത്ത TN സീമ, ഒപ്പം പത്മകുമാർ, ദിനു കോളേജ് ക്യാമ്പസിലെ വിദ്യാർത്ഥി, ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഫറൂഖ് കോളേജ് സദാചാര പോലീസിന്റെ ഈറ്റില്ലമോ ഇതാണ് പരിശോധന.